ഡിസൈൻ മെച്യൂരിറ്റി എന്ന് പറയുന്നത് എവിടെ ഡിസൈൻ നിർത്തണം എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഒരു വീട് ഡിസൈൻ ചെയ്തു, ആ വീട് നമ്മൾ ലോഡ്ജ് പോലെ ഡിസൈൻ ചെയ്യും. അതായത് ഫസ്റ്റ് ഫ്ലോറിൽ കയറി കഴിഞ്ഞാൽ ഒരു വരാന്ത ഉണ്ടാവും. ആ വരാന്തയിലെല്ലാം സിംഗിൾ മുറികളെന്ന് ഇരിക്കട്ടെ. അപ്പോൾ അതിൻ്റെ അകത്ത് താമസിക്കുന്ന ആൾക്കാർ ആ ലോഡ്ജ് പോലെ ബിഹേവ് ചെയ്യും. അതായത് നമ്മുടെ ഫൗണ്ടേഷൻ തന്നെ നമ്മൾ ട്രാക്കുകളൊക്കെ ഉപയോഗിച്ച് വീട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ കുത്തി കഴിഞ്ഞാൽ ഇന്ന് വീട് പിടിക്കുന്ന നാളെ അപ്പുറത്തിരിക്കും. വീട് തന്നെ മൂവ് ചെയ്യാൻ പറ്റും. എൻ്റെ വീടിൻ്റെ തന്നെ ഒരു പോർഷൻ വിറ്റുകൾ എൻ്റെ സിറ്റുവേഷനാണ്. 11ഓളം കേസുണ്ടായിരുന്നു ഹൈക്കോടതിയിൽ. സാമ്പത്തികമായിട്ട് പണമൊന്നും ഉണ്ടായിരുന്നില്ല, അങ്ങനെയുള്ള ബുദ്ധിമുട്ട് വന്നു. പിന്നെ പ്രൊജക്ട്സ് എല്ലാം പോയി, പിന്നെ സ്റ്റാഫെല്ലാം രാജിച്ചു. ഈ വൈക്കം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ രാജാവ് ഉണ്ടാക്കിയതാണ്. മോർ ദാൻ 100 years ഓൾഡാണ്. ടോയ്ലറ്റ്സ് ഒന്നും അകത്തില്ല, അതെല്ലാം പുറത്താണ്. പിന്നെ ഈ കറക്റ്റായിട്ടുള്ള ലേബർ റൂം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പ്രസവിക്കുന്നതെല്ലാം അതിൻ്റെ വരാന്തയിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാനിവിടെ ചെല്ലുന്നത് കാണുമ്പോഴത്തേക്ക് നനഞ്ഞ ക്ലോത്തും തുണിയും വരാന്ത കിടക്കുവാണ്. ഞാൻ ചോദിച്ചു എന്തൊരു അവസ്ഥയാണിത്. അങ്ങനെ ഒരു ഇമോഷണൽ ഫീലിങ്ങിലാണ് ഞാൻ പിന്നെ ഇതിനുവേണ്ടി വർക്ക് ചെയ്യണം എന്നുള്ളൊരു ഡിസിഷൻ എനിക്ക് അവിടെ ഉണ്ടാവുന്നത്. പിന്നെ അവനൊരു പടം വരച്ചു തരുന്നതിന് അവന് എത്ര ലക്ഷം രൂപ കൊടുത്താൽ മതി എന്ന് അറിയൂ. ആ വീടിന് ഒരുപാട് പ്രത്യേകതകളുണ്ടായിരുന്നു. അതായത് ജിയോ തെർമൽ കൂളിംഗ് എന്ന് പറയും. അതായത് ഭൂമിയിലടിയുടെ എയർ എടുത്ത് അതിനെ തണുപ്പിക്കുന്ന രീതിയൊക്കെ ഒന്നും ആരും ചെയ്തിട്ടില്ല. അതിന് എനിക്ക് 4 സ്റ്റേറ്റ് അവാർഡ് കിട്ടി. ഓ, നമസ്കാരം, ഞാൻ അന്ന സൂസൻ. സ്പാർക്കിന്റെ സ്പാർക്കുള്ള പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുന്നവരാണ് സംരംഭകര്. പക്ഷെ അതിനെ എങ്ങനെ തരണം ചെയ്യുന്നു എന്നുള്ളതാണ് അവരെ വിജയത്തിലേക്ക് നയിക്കുന്ന ഏറ്റവും വലിയ കാര്യം. ഇന്ന് എന്റെ മുമ്പിൽ ഇരിക്കുന്ന വ്യക്തിയും അങ്ങനെ ഒരു സംരംഭകനാണ്. തന്റെ കഴിവിൽ മാത്രം വിശ്വസിച്ച് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴും തനിക്ക് തിരിച്ചു കയറി വരാൻ പറ്റുമെന്ന് അടിയുറച്ച് വിശ്വസിച്ച ഒരു ആർക്കിടെക്ട്. സ്വാഗതം ചെയ്യുന്നു സ്പാർക്കിന്റെ ഹോട്ട് സീറ്റിലേക്ക് സച്ചിൻ. മൂവാറ്റുപുഴ സ്വദേശിയാണ്. ഇന്ന് കേരളം അറിയപ്പെടുന്ന അല്ലെങ്കിൽ ലോകത്ത് തന്നെ ഒരുപാട് പ്രൊജക്ട്സുകൾ ചെയ്യുന്ന ആർക്കിമെട്രിക്സിന്റെ സ്ഥാപകനാണ്. മൂവാറ്റുപുഴയുടെ സ്വദേശം ഞാൻ പറഞ്ഞു. മൂവാറ്റുപുഴയിൽ എവിടെയാണ്? കാരണം ഞാനൊരു മൂവാറ്റുപുഴക്കാരിയാണ്. ഹസ്ബൻഡിന്റെ വീട് മൂവാറ്റുപുഴയാണ്. മൂവാറ്റുപുഴ ആരക്കുഴ സൈഡ് എന്ന് പറയും. ആരക്കുഴ സൈഡിലാണ് എൻ്റെ വീടുള്ളത്. ടൗണിൽ നിന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ ദൂരം. അത്രേ ഉള്ളൂ. പഠിച്ചതൊക്കെ അവിടെ തന്നെയാണോ? പഠിച്ച സ്കൂളിംഗ് മൂവാറ്റുപുഴയായിരുന്നു. പിന്നെ തൃശ്ശൂർ പഠിച്ചു. അന്ന് PC തോമസിന്റെ എൻട്രൻസ് വഴിയാണല്ലോ ആർക്കിടെക്ചറിന് കയറുന്നത്. പിന്നെ ട്രിവാൻഡ്രം സീറ്റിലാണ് ആർക്കിടെക്ചർ ചെയ്യുന്നത്. അതിനുശേഷം സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആർക്കിടെക്ചർ ന്യൂഡൽഹിയിലാണ് PG ചെയ്യുന്നത്. വരയ്ക്കാനുള്ള ഇഷ്ടം കൊണ്ടായിരുന്നോ അതോ എന്തെങ്കിലും ഒരു ഡിഗ്രി എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിരുന്നോ? ഞാൻ ചെറുപ്പത്തിൽ ഇങ്ങനെ ഒരു ക്രിയേറ്റീവ് സൈഡ് മൈൻഡുള്ള അങ്ങനത്തെ ഒരാളായിരുന്നു. ആണ് ഇപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ അന്ന് കുറച്ചൊരു ഇൻട്രോവേർട്ട് ടൈപ്പായിരുന്നു. അപ്പോൾ ഇങ്ങനെ കുറച്ച് വരയ്ക്കും, ഇങ്ങനെ പെയിൻറ്റിങ്സും അങ്ങനെ ഫാദറിന് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് തോന്നി, മനസ്സിലാക്കി. അങ്ങനെയാണ് എന്നോട് ആർക്കിടെക്ചറിന് ജോയിൻ ചെയ്യാൻ പറയുന്നത്. ഞാൻ പഠിക്കാൻ ചേർന്ന കാലഘട്ടത്തിൽ ആർക്കിടെക്ചർ ഒരു റയർ കോഴ്സായിരുന്നു. ആകെ 2 കോളേജിലുണ്ടായിരുന്നു. ഈ MES-ഉം TKM-ഉം ട്രിവാൻഡ്രം 3 കോളേജിൽ. അങ്ങനെയാണ് ട്രിവാൻഡ്രത്ത് എൻട്രൻസ് വഴിയാണ് CET പഠിക്കാൻ കയറുന്നത്. +2 കഴിഞ്ഞ് നേരെ അങ്ങോട്ട് ചാടി. +2 കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട്. എങ്ങനെയുണ്ടായിരുന്നു ആർക്കിടെക്ട് പഠനം? നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ആയോ? അതെ, ആർക്കിടെക്ചർ അതിനു മുമ്പ് ആർക്കിടെക്ചറിനെ കുറിച്ച് അധികം കേട്ടിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ഞാൻ ആർക്കിടെക്ചർ ആദ്യം. ശരി, നമുക്ക് ആരോടും പോയിട്ട് ഈ കോഴ്സ് എങ്ങനെയാണെന്ന് ചോദിക്കാൻ ഒത്തിരി ആർക്കിടെക്ചറിന് നമ്മുടെ നാട്ടിൽ പരിചയമില്ല ഇല്ലായിരുന്നു. അപ്പൊ അന്ന് എല്ലാവരും എന്നെ ചോദിക്കുമായിരുന്നു അഗ്രികൾച്ചറിനാണ് കയറി. ആർക്കിടെക്ചർ പറയുമ്പോൾ അഗ്രികൾച്ചറാണല്ലോ കൊള്ളാലോ എന്ന് പറയായിരുന്നു ആ കാലഘട്ടത്തിൽ. പിന്നീടാണ് ഇപ്പൊ ആർക്കിടെക്ചർ വളരെ പോപ്പുലർ കോഴ്സാണ്. ഒരുപാട് പ്രൈവറ്റ് കോളേജിലൊക്കെ വന്നു. പക്ഷെ അന്നത്തെ അങ്ങനെ ആയിരുന്നില്ല. അന്ന് കിട്ടാനും ബുദ്ധിമുട്ടായിരുന്നു. ആർക്കിടെക്ചറിന് കയറിയപ്പോൾ ഇങ്ങനെ ഭയങ്കര എനിക്കൊരു റിലവേഷൻ പോലെ തോന്നി. കാരണം എനിക്ക് ഭയങ്കര കണക്റ്റഡ് കോഴ്സായിട്ട് തോന്നി. അപ്പോൾ മീനിനെ പിടിച്ച് വെള്ളത്തിലിട്ടാൽ നീന്തെന്ന് പറയില്ലേ, നമ്മൾ മരത്തിൽ കയറാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ ആ കൺസെപ്റ്റ് വെച്ച് നോക്കുമ്പോഴത്തേക്കും എനിക്ക് ഇത് ഭയങ്കര എനിക്ക് വേണ്ടി തന്നെ ഉണ്ടാക്കിയൊരു കോഴ്സായിട്ട് തോന്നി. അപ്പോൾ ഞാൻ അതിനകത്ത് ഒരു ഫസ്റ്റ് റാങ്കിലാണ് പാസ് ഔട്ടൊക്കെ ആവുന്നത്. CET പാസ് ഔട്ട്. പിന്നെ അങ്ങനെയാണ് നാഷണൽ ലെവലിൽ സെലക്ഷൻ കിട്ടിയാണ് ഡൽഹിയിലേക്ക് പോകുന്നത്. ഡൽഹിയിൽ എത്ര നാളത്തെ കോഴ്സായിരുന്നു? ഡൽഹിയിൽ ഇത് PG ആണ് ചെയ്തത്. അർബൻ ഡിസൈൻ എന്ന് പറഞ്ഞൊരു കോഴ്സാണ്. അത് നമ്മൾ ഈ സിറ്റീസിലുള്ള മേജർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഉണ്ടല്ലോ, ഇപ്പോൾ മെട്രോ പോലുള്ള ഡെവലപ്മെന്റ്, സിറ്റി മൊത്തം ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതല്ലെങ്കിൽ സിറ്റിക്കകത്തുള്ള ചെറിയ പോർഷൻസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യണം, അതിനെക്കുറിച്ചുള്ള കോഴ്സ് അർബൻ ഡിസൈൻ എന്ന് പറഞ്ഞിട്ട്. അത് ഇന്ത്യയിൽ 20 സീറ്റ്സേ ഉള്ളൂ ഈ SPയിൽ. അവിടെയാണ് ഞാൻ അത് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ ഒരു വീട് വരയ്ക്കുക എന്നുള്ള കോൺസെപ്റ്റിനേക്കാളും മാറ്റി ഒരു നഗരം വരയ്ക്കുക എന്നുള്ളതായിരുന്നു നമ്മൾ PG ചെയ്തത്. അതെ, PG ചെയ്തത് കൂടുതൽ കുറച്ചുകൂടെ മാക്രോ ലെവലിൽ കുറച്ചുകൂടെ ബിഗർ സ്കെയിലുള്ള കാര്യങ്ങൾ അങ്ങനെ ഡീൽ ചെയ്യുന്നതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ പക്ഷേ നേരെ തിരിച്ച് നമ്മുടെ ഗ്രൗണ്ടിങ് കറക്റ്റ് ആക്കുന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്ന് വെച്ചാൽ തിരിച്ച് ഒരു സമൂഹം എങ്ങനെ ബിഹേവ് ചെയ്യും, ജനം എങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കുന്നത്, കാണുന്നത്. നമുക്ക് ഗ്രാസ് റൂട്ട് ലെവലിൽ ഇറങ്ങിയിട്ട് ഡിസൈൻ ചെയ്യാൻ നമ്മളവരോട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ക്യാമ്പസ് പോലുള്ള പ്രോജക്റ്റുകളുണ്ടല്ലോ, എഞ്ചിനീയറിംഗ് കോളേജുകൾ, മെഡിക്കൽ കോളേജുകൾ, ഹോസ്പിറ്റൽസ്, അതിൽ ഗ്രൂപ്പ് ഓഫ് ബിൽഡിങ്സ് ആണ്. ഒരു ബിൽഡിംഗ് അല്ല, വിവിധ ബിൽഡിംഗ് ഡിസൈൻ ചെയ്യണം. അപ്പം അത്തരം കാര്യങ്ങൾ ഡിസൈൻ ചെയ്യാനും ഇത്തരം കോഴ്സുകൾ നമ്മളവരോട് ഹെൽപ്പ് ചെയ്യും. പഠിച്ചിറങ്ങി നേരെ ജോലിക്ക് കയറിയോ, നേരെ സ്ഥാപനം തുടങ്ങിയോ?
അതിനെക്കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ എൻ്റെ ഫാദർ ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു, എഞ്ചിനീയറാണ്. അപ്പോൾ അദ്ദേഹത്തിന് മൂവാറ്റുപുഴ തന്നെ ഒരു ചെറിയൊരു സ്ഥാപനം ഉണ്ടായിരുന്നു, ലോക്കലായിട്ടുള്ള പ്രൊജക്ട്സ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ആ സ്ഥാപനത്തിലാണ് ആദ്യം ജോയിൻ ചെയ്തത്, പഠിച്ച ഉടനെ ജോയിൻ ചെയ്തു. പക്ഷെ അന്ന് ഓപ്പർച്യൂണിറ്റീസ് കുറവായതുകൊണ്ട് എല്ലാവരും ഗൾഫിൽ പോകുന്ന പോലെ ഞാനും ഗൾഫിൽ പോയി. അവിടെ 6 മാസം ജോലി ചെയ്തു. അവിടെ പക്ഷെ നല്ലൊരു ബൂം ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ പോകുന്നത്. പക്ഷേ ഞാൻ ആ ജോലി ഉപേക്ഷിച്ച് തിരിച്ച് നാട്ടിൽ വന്നു. കാരണം നാട്ടിൽ എന്തെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങണം, ഒരു ബ്രാൻഡ് ഉണ്ടാക്കണം, ഇവിടെ നിന്ന് ഇവിടുത്തെ ഒരു ഇൻഫ്രാസ്ട്രക്ചറിന് ഡിസൈനർ കോൺട്രിബ്യൂഷൻ ഉണ്ടാവണം എന്നൊക്കെ ഒരു ആഗ്രഹത്തിൽ തിരിച്ചു വരും. അങ്ങനെ ആരും ചെയ്യില്ല, റയറായിട്ട് തിരിച്ചു വന്ന് ജോയിൻ ചെയ്ത ഒരാളാണ് ഞാൻ. ഈ ദുബായ് പോലെ വലിയൊരു മാർക്കറ്റിൽ എനിക്കൊന്ന് സച്ചിൻ പറയുന്ന സമയത്താണെങ്കിൽ ദുബായ് ഭയങ്കര ബൂമിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ്. നല്ല ഓപ്പർച്യൂണിറ്റി ആയിരുന്നു, നല്ല സാലറി ഉണ്ടായിരുന്നു, ഫിനാൻഷ്യലി വെൽ സെറ്റിൽഡ് ആവായിരുന്നു. അവിടെയാണ് നമ്മുടെ ഒരു പാഷൻ, നമ്മുടെ നാട്ടിലൊരു കോൺട്രിബ്യൂഷൻ ചെയ്യണം, നമ്മുടെ നാട്ടിൽ ആർക്കിടെക്റ്റിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നൊക്കെ ഒരു ആഗ്രഹം കൊണ്ട് തിരിച്ചു വരുന്നത്. ആൾക്കാരും കളിയാക്കിയില്ലേ? അതെന്ന് വെച്ചാൽ അന്ന് വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലുള്ള പാർട്ട്നേഴ്സ് മലയാളികൾ തന്നെയായിരുന്നു ആ സമയം. അപ്പോൾ അവരൊക്കെ ഒരുപാട് ദുബായിൽ തന്നെ സ്റ്റേ ഓവർ ചെയ്യണമെന്ന് ഒരുപാട് നിർബന്ധിച്ചിരുന്നു. പക്ഷേ എനിക്ക് പിന്നെ പേരൻസിനോട് നിൽക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പഠിച്ചത് മൊത്തം ഇന്ത്യയിൽ തന്നെ ആയതുകൊണ്ട് ഇന്ത്യയോട് ഒരു വളരെ കണക്റ്റും ഒരു നാഷണലിസ്റ്റിക് ഫീൽ ഉണ്ടായിരുന്നു അന്ന് മുതലേ. അങ്ങനെയാണ് തിരിച്ചു വരുന്നത്. പിന്നെ വേറെ 1-2 റീസൺസ് ഉണ്ടായിരുന്നു, നാട്ടിൽ തന്നെ ഇത് തുടങ്ങാനുള്ളൊരു ഇമോഷണലായിട്ട് റീസൺ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പിന്നെ ഞാൻ ഈ സ്ഥാപനം നാട്ടിൽ തന്നെ തുടങ്ങി ഇവിടെ ഒരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിലേക്ക് വരുന്നത്. ഒരു ഓൺട്രപ്രണർ ആവണമെന്ന് ശരിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു? അതോ കോയിൻസിഡൻസ് ആയിട്ട് ഓക്കെ വേറെ ആളുടെ അണ്ടറിൽ വർക്ക് ചെയ്യാതെ നമ്മൾ തന്നെ പണിയെടുത്താലാണ് നമുക്ക് നമ്മുടെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുള്ള തോന്നലിൽ ഒരു ഓൺട്രപ്രണർ ആയതാണോ? ഓൺട്രപ്രണർഷിപ്പ് എന്നുള്ള വിഷയനേക്കാൾ കൂടുതൽ ഒരു ഡിസൈൻ ഫിലോസഫി സ്വന്തമായിട്ട് ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ്. എനിക്ക് ക്രിയേറ്റീവ് മൈൻഡുള്ള ആൾക്കാർ ഒരു എപ്പോഴും ബിസിനസ് ഓറിയൻറ്റഡ് ആവണമെന്നില്ല, ഒരു തോട്ട് പ്രോസസ് അങ്ങനെ ആവണമെന്നില്ല. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു സ്വന്തമായിട്ടൊരു ഡിസൈൻ ഫിലോസഫി ഉണ്ടാക്കണം, അതിലൂടെ ഒരു ആർക്കിടെക്ചറൽ ഒരു എക്സ്പ്രഷൻ ഉണ്ടാക്കണം, അത് സൊസൈറ്റിയിലേക്ക് എത്തിക്കണം. പിന്നെ സൊസൈറ്റിയുടെ ഒരു ലൈവ്ലിഹുഡ്, അതിൻ്റെ ഒരു ജനറൽ ആയിട്ടുള്ള ലിവിങ് സ്റ്റാൻഡേർഡ് ഉയർത്തണം എന്നുള്ളതാണ് ഏതൊരു ആർക്കിടെക്ചറൽ എഞ്ചിനീയറിംഗ് ആ ഒരു ഫീൽഡിലുള്ള ആളുടെ ആഗ്രഹം. അത് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ ഓൺട്രപ്രണർഷിപ്പ് അതിൻ്റെ ടൂളാണ്, അത് വേണം, ഓൺട്രപ്രണർഷിപ്പ് ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അതിലേക്ക് വരുവാണ് ചെയ്തത്. ഏറ്റവും ആദ്യത്തെ ഒരു പ്രൊജക്റ്റ് എന്തായിരുന്നു? വീടായിരുന്നോ? ഫസ്റ്റ് പ്രൊജക്റ്റ് ഒരു വീടായിരുന്നു. പക്ഷെ ആ വീട് ശരിയായില്ല. എന്ത് പറ്റി? അത് തീർച്ചയായിട്ടും പരിചയക്കുറവുണ്ടല്ലോ. ഡിസൈൻ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻസ്, കുറേ ഒരു ഓവർ ക്രിയേറ്റിവിറ്റി, അങ്ങനെയുള്ള പ്രശ്നമൊക്കെ ഉണ്ടായത്. നമ്മൾ ഇത്രയും കാലം പഠിച്ചതും നമ്മുടെ ഐഡിയ എല്ലാവരും വീട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്യണം, അതായിരുന്നു. ശരിയല്ല വെച്ചാൽ അതിന്റെ താമസിക്കാൻ പ്രശ്നമൊന്നും ഉണ്ടായതില്ല. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒരു കറക്റ്റായിട്ട് അത് പ്ലേസ് ചെയ്യാൻ പറ്റിയില്ല. കാരണം അത് ഫസ്റ്റ് പ്രോസസ് അങ്ങനെ ആയിരിക്കും. പിന്നെ അതിൻ്റെ അകത്തുണ്ടായ മിസ്റ്റേക്സ് എന്നാണ് നമ്മൾ പിന്നെ പഠിച്ച് ഇമ്പ്രൂവ് ചെയ്ത് കയറി വരുന്നത്. ആ വീട് പണിത് ചേട്ടന് മനസ്സിലായി ഇത് ഫ്ലോപ്പ് ആയിരുന്നു? ഇല്ലില്ല. അപ്പൊ അതില് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഈ ഡിസൈൻ മെച്യൂരിറ്റി എന്ന് പറയുന്നത് എവിടെ ഡിസൈൻ നിർത്തണം എന്നുള്ളതാണ്. അത് ഇത് ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് ഒരുപാട് മെച്യൂറായിട്ടുള്ള ആർക്കിടെക്റ്റിനെ അത് മനസ്സിലാവുള്ളൂ. ഇപ്പം നമ്മളിപ്പോൾ ഡിസൈനേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഡിസൈനേഴ്സാണ്. നമ്മളിപ്പോൾ ഒരു വീട് വരയ്ക്കാനായിട്ട് ഒരു കൊച്ചിൻ്റെ അടുത്ത് പേപ്പർ കൊടുത്താൽ അവരും ഒരു പടം വരയ്ക്കും, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു പ്ലാൻ വരയ്ക്കും, എലിവേഷൻ വരയ്ക്കും, അവരും വരയ്ക്കും. പക്ഷേ മെച്യൂരിറ്റി എവിടെ കിടക്കുന്നു വെച്ചാൽ നമ്മളെ ഡിസൈൻ അവിടെ നിർത്തുന്നു എന്നുള്ളതാണ്. നമ്മളത് ഓവർഡു ആവാതെ ഇൻറ്റീരിയേഴ്സൊക്കെ വളരെ സെറ്റിലായിട്ട് എന്താണോ ആ കോൺടാക്സിന് ചേരുന്ന ലെവലിൽ കറക്റ്റ് പിടിച്ച് നിർത്തി നമ്മൾ ഡിസൈനെ പിടിച്ച് നിർത്തി കംപ്ലീറ്റ് ചെയ്യുന്നതിലാണ് ആ മെച്യൂരിറ്റി എടുക്കുന്നത്. അത് മനസ്സിലാക്കാൻ ടൈം എടുത്തു. സമയത്ത് ലൈഫിലെ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് എന്ന് പിന്നീട് പറയാം, അല്ലെങ്കിൽ എന്താ പറയുക, ലൈഫിലെ വലിയൊരു ടേണിംഗ് പോയിന്റ് ഉണ്ടാവുന്നത് എന്തായിരുന്നു ആ ഇൻസിഡന്റ്? ഞാൻ ആദ്യം ഈ ഇന്ത്യയിൽ തന്നെ സ്റ്റേ ചെയ്യാനുള്ള ഒരു ഇമോഷണൽ റീസൺ നേരത്തെ പറഞ്ഞല്ലോ. അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ളൊരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാദർ ഗവൺമെൻറ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഗവൺമെൻറ്റിൽ ഇങ്ങനെ അന്നത്തെ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് ഔട്ട്സൈഡ് ആർക്കിടെക്ട്സിന് എംപാനൽ ചെയ്ത് വർക്ക് കൊടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഗവൺമെൻറ്റിന് വേണ്ടി ഈ വൈക്കം താലൂക്ക് ഹോസ്പിറ്റൽ റീഡെവലപ്മെൻറ്റ് ചെയ്യാനായിട്ട് ഞാൻ പോവുകയുണ്ടായി. അന്ന് ഗവൺമെൻറ് ഈ ഒരു ഡെവലപ്പ് ചെയ്യുന്നത് 1 crore അല്ലെങ്കിൽ 2 crore മാത്രം മുടക്കി ഓരോരോ വാർഡുകൾ ഉണ്ടാക്കുക, അത്രേ ഉള്ളൂ ഗവൺമെൻറ് കൺസെപ്റ്റ്. അങ്ങനെയായിരുന്നു. അപ്പോൾ ഗവൺമെൻറ് ഒരുപാട് സ്ഥലമുണ്ട്, പക്ഷേ ഓരോരോ വാർഡുകളായിട്ട് പല സ്ഥലത്തുണ്ടാക്കും. പിന്നെ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ കറക്റ്റ് ആയിരിക്കില്ല. അപ്പോൾ അത് ചിലപ്പോൾ അതിന് ലീക്ക് ഉണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും, അങ്ങനെ അത് നശിച്ചു പോകും. അപ്പോൾ ഞാൻ അന്ന് പോയ സമയത്ത് ഈ വൈക്കം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ രാജാവ് ഉണ്ടാക്കിയതാണ്. മോർ ദാൻ 100 years ഓൾഡാണ്. ടോയ്ലറ്റ്സ് ഒന്നും അകത്തില്ല, അതെല്ലാം പുറത്താണ്. പിന്നെ ഈ കറക്റ്റായിട്ടുള്ള ലേബർ റൂം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പ്രസവിക്കുന്നതെല്ലാം അതിൻ്റെ വരാന്തയിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാനിവിടെ ചെല്ലുന്നത് കാണുമ്പോഴത്തേക്ക് നനഞ്ഞ ക്ലോത്തും തുണിയും വരാന്ത കിടക്കുവാണ്. ഞാൻ ചോദിച്ചു എന്തൊരു അവസ്ഥയാണിത്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ ഇത് പഠിച്ചിട്ട് നിൽക്കുന്നു, നമുക്ക് നമ്മുടെ നാടിനൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു ഇമോഷണൽ ഫീലിങ്ങിലാണ് ഞാൻ പിന്നെ ഇതിനുവേണ്ടി വർക്ക് ചെയ്യണം എന്നുള്ളൊരു ഡിസിഷൻ എനിക്ക് അവിടെ ഉണ്ടാവുന്നത്. അതൊക്കെയാണ് ഞാൻ ദുബായിൽ തിരിച്ചു വരാനുള്ള ഒരു റീസൺ അത് തന്നെയാണ്.
അപ്പം അന്ന് ഞാൻ ഈ 1 crore പ്രൊജക്റ്റ് പക്ഷേ 50 crores ഒരു DPR എന്ന് പറയും, ഡീറ്റെയിൽ പ്രൊജക്ട് റിപ്പോർട്ടായിട്ട് ഗവൺമെൻറ് സബ്മിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഗവൺമെൻറ്റിലുള്ള ഉദ്യോഗസ്ഥർ ഞങ്ങൾ 1 കോടിയുടെ വാർഡ് വരച്ചല്ല പറഞ്ഞത്, ഇത് 65 ബെഡിലുള്ള ആശുപത്രി വരച്ചാന്ന് ചോദിച്ചു. പക്ഷേ ഞങ്ങൾ സാർ ഇതാണ് അവിടുത്തെ റിക്വയർമെൻറ്റ്. അപ്പോൾ അവിടെയുള്ള ഡോക്ടേഴ്സിനോട് നഴ്സുമാരോട് എല്ലാം സംസാരിച്ച് അവർക്കുള്ള റെസ്റ്റ് റൂംസോ ടോയ്ലറ്റ്സോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതെല്ലാം നഴ്സുമാർക്ക് അറ്റൻഡേഴ്സിനുള്ള ടോയ്ലറ്റുകൾ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതെല്ലാം കൂടെ ചേർത്ത് അവിടെ അഡ്മിനിസ്ട്രേഷനും എല്ലാ ഫെസിലിറ്റിയുള്ള നല്ലൊരു ആശുപത്രി അന്ന് വരച്ചു കൊടുത്തു. അപ്പോൾ അതിൽ ആ DPR ഗവൺമെൻറ്റിൻ്റെ അകത്ത് തന്നെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ നബാർഡിലേക്ക് സബ്മിറ്റ് ചെയ്യും. നബാർഡ് ആ എമൗണ്ട് സാങ്ഷൻ ചെയ്ത് ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ 50 crores ഒരു വലിയ ഫണ്ട് ഗവൺമെൻറ്റിലേക്ക് വരികയും ഗവൺമെൻറ് അത് പണിയാൻ തീരുമാനിക്കുകയാണ്. അതൊരു കരിയറിലൊരു ബിഗ് ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അത് ഗവൺമെൻറ്റിൻ്റെ അകത്ത് വലിയ റെക്കഗ്നേഷൻ കിട്ടി. ഹെൽത്ത് മിനിസ്റ്റർ അക്സെപ്റ്റ് ചെയ്തു, ചീഫ് മിനിസ്റ്റർ അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെയാണ് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ സച്ചിൻ എന്ന് പറയുന്ന ഒരു ആർക്കിടെക്ട് ശരിക്കും ഉണ്ടാവുന്നത്. അതെ. പക്ഷെ ആ പ്രൊജക്റ്റ് ആയിരുന്നു ലൈഫിലെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയ പ്രൊജക്റ്റ്. അതെ. അവിടെ നിന്ന് സംഭവിച്ചെന്ന് വെച്ചാൽ പിന്നെ ഗവൺമെൻറ് എനിക്ക് സിമിലർ ആയിട്ടുള്ള 5 പ്രോജക്റ്റുകൾ തരുന്നുണ്ടായി. 5 പ്രോജക്റ്റുകൾ ഞങ്ങൾ DPR സബ്മിറ്റ് ചെയ്തു. ഗവൺമെൻറ് അവിടെ പണം വന്നു. പലപ്പോഴായി പണി തുടങ്ങി. പിന്നെ മെഡിക്കൽ കോളേജ് ചെയ്യാനായിട്ട് ഇൻവൈറ്റ് ചെയ്തു. അതിനുശേഷം ഈ ഗവൺമെൻറ്റിൽ ഒരു ചേഞ്ച് ഉണ്ടാവുകയും പിന്നെ കുറേ പൊളിറ്റിക്കൽ സിനാറിയോ ഉണ്ടാവുകയാണ്. അതിനകത്ത് കോമ്പറ്റീഷൻസ് ഉണ്ടാവുകയാണ്. ഗവൺമെൻറ് സൈഡിനകത്ത് നിന്നുള്ള ആർക്കിടെക്ട്സിന് തന്നെ കോമ്പറ്റീഷൻ ഉണ്ടാവുകയാണ്. അങ്ങനെ അതിൻ്റെ അകത്ത് തന്നെ ഒരു ഫൈറ്റ് ഉണ്ടാവുകയും പിന്നെ ഒരു ലീഗൽ ഒരു ബാറ്റിലേക്ക് പോയി ആ കാര്യങ്ങൾ. പിന്നെ അത് നമുക്ക് നമ്മുടെ കരിയറിൽ വലിയൊരു ഡ്രോപ്പിംഗ് പോയിന്റ് ആയിട്ട് വന്നു. പിന്നെ ആ പ്രോജക്റ്റ് നല്ല എനിക്ക് മാറി നിൽക്കേണ്ടതായിട്ട് വന്നു. പക്ഷേ ഗവൺമെൻറ് ഞാൻ എൻ്റെ ഡ്രോയിങ്സ് ഡിസൈനെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഗവൺമെൻറ് സ്വതന്ത്രമായിട്ട് ഗവൺമെൻറ് കംപ്ലീറ്റ് ചെയ്തു, അവരുടെ രീതിയിൽ കംപ്ലീറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് അതിൻ്റെ സംഭവിച്ചത്. ഈ ലീഗൽ ഇഷ്യൂലൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെയൊന്നും എക്സ്പെക്ട് ചെയ്യാതെയാണ് ഒരു സംരംഭകനായതും. അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് നാട് നന്നാക്കുക എന്നുള്ളതാണ്, ആർക്കിടെക്ചർ സൈഡിൽ നാട് നന്നാക്കുക എന്നുള്ളതാണ്. പക്ഷെ അവിടെയാണ് ഇത്രയും വലിയൊരു തിരിച്ചടി ഉണ്ടാവുന്നത്. ഈ തിരിച്ചടീനെ എങ്ങനെയാണ് സച്ചിൻ ഹാൻഡിൽ ചെയ്തത്? അതൊരു റിയൽ ടഫ് ടൈം ആയിരുന്നു. ഞാൻ മറ്റേ യങ്ങറായിരുന്നു, ഇന്നത്തെക്കാളും വളരെ യങ്ങായിരുന്നു. ഇപ്പോൾ യങ്ങായിട്ടുള്ള ഈ എൻ്റർപ്രണേഴ്സ് ഇങ്ങനെ ആഗ്രഹമുള്ളവർ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മൾക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ ഡ്രോപ്പ് ചെയ്യരുത്. അതിന് നമ്മൾ മാക്സിമം ഫൈറ്റ് ചെയ്യുക. നമ്മൾ വീണ്ടും അതിലേക്ക് കൂടുതൽ വർക്ക് ചെയ്ത് അതിൻ്റെ അതിന് തിരിച്ചെടുക്കാൻ നോക്കുക. അപ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ച് 2 years എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയില്ല. 2 years ലോ പഠിച്ചിട്ട് ഈ കേസുകൾ വാദിക്കാനായിട്ട് അഡ്വക്കേറ്റ്സിന് സപ്പോർട്ട് കൊടുക്കണം. അഡ്വക്കേറ്റ്സ് നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷനാണ് ലീഗൽ ലാംഗ്വേജിൽ കോടതി പ്രസൻറ്റ് ചെയ്യുന്നത്. അതൊക്കെ എനിക്ക് അന്നാ മനസ്സിലാവുന്നത്. നമ്മളത് വിചാരിക്കുന്നത് വെച്ചാൽ അഡ്വക്കേറ്റ്സ് കേസുകൾ സ്വന്തമായിട്ട് വാദിക്കുന്നു എന്നുള്ളതല്ല. അദ്ദേഹത്തിന് നമ്മൾ കൃത്യമായിട്ടുള്ള ടെക്നിക്കൽ ഇൻഫർമേഷൻ എല്ലാം അഡ്വക്കേറ്റ്സിന് കൃത്യമായിട്ട് കൊടുക്കുമ്പോൾ ആ ലീഗൽ ലാംഗ്വേജിലാണ് അഡ്വക്കേറ്റ്സ് കോർട്ടിൽ വാദിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഒരുപാട് പഠിക്കേണ്ടി വന്നു. ആ കേസുകളെല്ലാം വാദിച്ച് ജയിക്കേണ്ടതായിട്ട് വന്നു. കരിയർ ക്ലിയർ ചെയ്യേണ്ടതായിട്ട് വന്നു. പ്രൊജക്റ്റുകളെല്ലാം പോയി. രണ്ടാമത് കരിയർ മൊത്തം ബിൽഡ് ചെയ്യേണ്ടതായിട്ട് വന്നു. സാമ്പത്തിക ബാധ്യതകളുണ്ടായി. അതിൻ്റെ കൂടെ എനിക്ക് സർവീസ് ടാക്സിന് പരാതി കൊടുത്ത റെയ്ഡ് ഉണ്ടായി. അതിന് പണം അടയ്ക്കേണ്ടി വന്നു. വീടിൻ്റെ ഒരു ഭാഗം വിൽക്കേണ്ടി വന്നു. കാറ് ആക്സിഡൻറ്റ് ഉണ്ടായി, അത് മുഴുവൻ റിപ്പയർ ചെയ്തെടുക്കേണ്ടി വന്നു. ഫാമിലിക്കകത്ത് ഇഷ്യൂ ഉണ്ടായി. എല്ലാം കൂടെ ഒരുമിച്ച് വന്നു. അത് ഒരു വളരെ യങ്ങായിട്ടുള്ള ആൾക്കാർക്ക് ഫേസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. പക്ഷെ അതിൻ്റെ അകത്തു നിന്നൊക്കെ ഞാൻ കോൺഫിഡൻ്റ് ആയിരുന്നു വെച്ചാൽ ഞാൻ എൻ്റെ ഒരു കഴിവിൽ ഞാൻ വിശ്വസിച്ചിരുന്നു. എനിക്ക് വരയ്ക്കാൻ പറ്റും, ചെയ്യാൻ പറ്റും എന്നുള്ള കഴിവ് വിശ്വസിച്ചിരുന്നു. പിന്നെ ഞാൻ തെറ്റുകളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാനങ്ങനെ റോങ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എല്ലാം കറക്റ്റായിട്ടായിരുന്നു ചെയ്തത്. ഞാൻ ക്വാളിഫൈഡ് ആണത് ചെയ്യാനായിട്ട്. പഠിപ്പിലും നല്ലൊരു കരിയർ ഉണ്ടായിരുന്നിരിക്കുക. അപ്പോൾ ഞാൻ അതിനുവേണ്ടി ഫൈറ്റ് ചെയ്ത് കറക്റ്റാക്കി തിരിച്ച് പ്ലേസ് ചെയ്ത് കൊണ്ടുവരുകയത്. പിന്നീട് പ്രൈവറ്റ് സെക്ടറിലേക്ക് മാറി പ്രാക്ടീസ് ചെയ്തു. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് ഇത്രയും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായപ്പോൾ ഇങ്ങനെയൊന്നും വേണ്ടായിരുന്നു, വീടൊക്കെ വരച്ച് സമാധാനത്തിൽ എവിടെയെങ്കിലും ഇരുന്നാൽ മതിയായിരുന്നു, ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിലേക്ക് പോയി എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ച ഒരു ഇൻസിഡൻറ്റ് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ഹോസ്പിറ്റലിൽ പഠിക്കാൻ വേണ്ടി ഞാൻ ബാംഗ്ലൂരിൽ ഒരു ആർക്കിടെക്റ്റിനോട് വർക്ക് ചെയ്തിരുന്നു. ശമ്പളമൊന്നും ഇല്ലാണ്ട് തന്നെ ഏകദേശം ഒരു 8 മാസത്തോളം വർക്ക് ചെയ്തിരുന്നു. ഹോസ്പിറ്റലിൽ ഡിസൈൻ പഠിക്കാനും കാര്യമില്ല. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിൻ്റെ അടുത്തായിട്ടാണത്. അപ്പോൾ അന്ന് ഇദ്ദേഹം എന്നെ രാത്രി ഇട്ട് വർക്ക് ചെയ്യിക്കുകയായിരുന്നു. ചില രാത്രി 8 3 മണി വരെ 4 മണി വരെ ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഞാൻ ഡിസൈൻ ചെയ്യുമായിരുന്നു. ഒരു ദിവസം രാത്രി ഞാൻ പോകുന്ന സമയത്ത് ഒരു വഴി മാറിയാൽ പോയത്. അപ്പോൾ ഈ സ്ട്രീറ്റ് ഡോഗ്സ് ഉണ്ടല്ലോ, അവർക്കൊരു സ്വഭാവമുണ്ട്. അവർ രാവിലെ ഇതിങ്ങനെ സ്പ്രെഡ് ഔട്ട് ആയിരിക്കും. ഇവർ പല ലൊക്കേഷനിലെ സ്ട്രീറ്റ് ഡോഗ്സ് നിൽക്കുന്നത്. പക്ഷെ രാത്രി ഒരു ഗള്ളി ഒക്കിപ്പോയി. കാരണം അതിൻ്റെ അകത്ത് എന്തെങ്കിലും വന്ന് അതിനെ പിടിച്ച് നിർത്തുന്നിട്ടാണ് ജീവിക്കുന്നത്. അതായത് ഭയങ്കര ഡേഞ്ചർ സിറ്റുവേഷൻ, നമുക്കറിയില്ല അത്. പക്ഷെ ഞാനിത് ഈ സ്കൂട്ടർ എടുത്ത് പോകുമ്പോഴത്തേക്കും കറക്റ്റ് ആ ഗള്ളി കൂടെ പോയി. അപ്പോൾ ഈ ഒരു 10-20 സ്ട്രീറ്റ് ഡോഗ്സ് ഈ സ്കൂട്ടർ എന്നായിട്ട് ഓടിച്ച് ഒരു ടെറിഫൈങ് സിറ്റുവേഷൻ ആയിരുന്നു. അന്ന് ഒരു തരത്തിൽ ഓടിച്ച് ഞാൻ തിരിച്ച് റൂമിൽ കയറി. അപ്പോൾ ഞാൻ ഈ മറ്റ് പ്രശ്നങ്ങൾ നേരിടുന്നൊരു സമയമാണ്. അപ്പോൾ ഞാൻ റൂമിൽ കയറിയിട്ട് ഞാൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാനിത് കറക്റ്റ് തന്നെയാണോ ചെയ്യുന്നത്, ഇത്രയും മാത്രം കഷ്ടപ്പാടിന് വരുന്ന എന്തിനാണ്, ഞാൻ നാട് വിട്ട് പോയാലോ എന്നൊക്കെ ഞാൻ ആ പോയിന്റിലൊന്ന് ആലോചിച്ചു. പിന്നീട് ഞാൻ ചിന്തിച്ചപ്പോൾ ഇല്ല, ഒന്നുകൂടെ ട്രൈ ചെയ്യാം.
ഒന്നുകൂടെ നെവർ ഗീവ് അപ്പ് എന്ന് പറയില്ലേ, നമ്മൾ ഒരിക്കലും ഗീവ് അപ്പ് ചെയ്യാൻ നമ്മൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യാം, ഒന്നുകൂടെ ട്രൈ ചെയ്യാം, നോക്കാം നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് പിറ്റേ ദിവസം ഞാൻ വീണ്ടും ഫ്രഷ് ആയിട്ട് കറക്റ്റാക്കി വീണ്ടും പഠിക്കാനായിട്ട് വീണ്ടും ഹോസ്പിറ്റൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് എൻ്റെ ലൈഫിലുണ്ടായിരുന്നു, അങ്ങനെ എക്സ്പീരിയൻസ്. ഞാൻ ഇതെല്ലാം ക്രോഡീകരിച്ചൊരു ബുക്ക് എഴുതുന്നുണ്ട്, ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ലൈഫ് ഓഫ് ആർക്കിടെക്റ്റ് അല്ലേ? ലൈഫ് ഓഫ് ആൻ ആർക്കിടെക്റ്റ്. അത് നല്ല ബുക്കായിരിക്കും. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം എന്നോട് പറഞ്ഞു വൈക്കം ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ കണ്ടൊരു കാഴ്ച, ഈ പറഞ്ഞ പോലെ ഡെലിവറി നടക്കുന്നത് വരാന്തയില്, അല്ലെങ്കിൽ പറഞ്ഞ പോലെ രോഗികള് ഹോസ്പിറ്റലിന്റെ പുറത്ത് പോയിട്ട് ഇതിന് പോകാനൊക്കെ ആയിട്ട്. പക്ഷെ ആ ഹോസ്പിറ്റലിൽ നമ്മൾ പണിതു. ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് ഒരു ആർക്കിടെക്റ്റിനെ സംബന്ധിച്ച് വലിയ ഫീലിങ്സ് ആയിരിക്കും. അത്രയും നാളുണ്ടായിരുന്നതിൽ നിന്നും എല്ലാവരും സമാധാനമായി വാഷ്റൂമിൽ പോകുന്നു, നമ്മൾ അവിടെ ഡെലിവറിക്ക് വേണ്ടി റൂം സെറ്റ് ചെയ്യുന്നു, അവിടെ ഒരു 65 ബെഡ് നല്ല രീതിയിൽ സ്ത്രീകൾ പ്രസവിച്ച് സുരക്ഷിതരായിട്ട് തിരിച്ചു പോകുന്നു. ആ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ ആസ് എൻ ആർക്കിടെക്റ്റ് എന്തായിരുന്നു ഉള്ളിലുണ്ടായിരുന്നൊരു ഫീല്? ഞാൻ ഇൻസ്പയർഡ് ആയി അതിൻ്റെ അകത്ത്. അത് ഞാനിപ്പോൾ ഒരു സിംഗിൾ പേഴ്സൺ എന്ന ഇതിലല്ല, എനിക്കൊരു ടീം ഉണ്ടായിരുന്നു അത് മൊത്തം ചെയ്യുന്നതിൻ്റെ അകത്ത്. അത് നമ്മൾ ഡിസൈൻ ചെയ്ത് 65 ബെഡുള്ള വിമൻ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റലായിരുന്നു. അതായത് സ്ത്രീകൾക്ക് പ്രസവിക്കാനുള്ള എല്ലാ സൗകര്യം, കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ NICU, കുട്ടികളെ ട്രീറ്റ് ചെയ്യാനുള്ള എല്ലാ സൗകര്യം, പിന്നെ നഴ്സുമാരുടെയും ഡോക്ടേഴ്സിൻ്റെ എല്ലാ സൗകര്യം, അഡ്മിനിസ്ട്രേഷൻ സൈഡും എല്ലാം ഉള്ള ഒരു ഹോസ്പിറ്റലാണ് ഡിസൈൻ ചെയ്യുന്നത്. അത് കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഗവൺമെൻറ് സ്വന്തമായിട്ട് കംപ്ലീറ്റ് ചെയ്ത് പേപ്പറിൽ പബ്ലിഷ് ചെയ്തിട്ടാണ് ഞാൻ അറിയുന്നത് തീർന്നുള്ളത്. കാരണം ഈ കോൺട്രവേഴ്സി കാരണം എനിക്ക് അതിനകത്ത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഇനാഗുറേഷന് പോയില്ല, എനിക്ക് പോകാൻ സാധിച്ചില്ല, എന്നെ വിളിച്ചില്ല. ഞാൻ ഈ കേസിൽ കോൺട്രവേഴ്സിയിൽ ഇതായതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ ചെയ്തിട്ടുള്ള ഇതുകൂടാതെ 4 ഹോസ്പിറ്റൽ അതുപോലെ കംപ്ലീറ്റ് ആയി. വയനാട് കംപ്ലീറ്റ് ആയി, ട്രിവാൻഡ്രത്ത് കംപ്ലീറ്റ് ആയി, തൃശ്ശൂർ കംപ്ലീറ്റ് ആയി, അങ്ങനെ 4-5 ഹോസ്പിറ്റൽ കംപ്ലീറ്റ് ആയി. അത് ഗവൺമെൻറ് തന്നെ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചറിനെ ഇമ്പ്രൂവ് ചെയ്തു. മറ്റ് ആർക്കിടെക്ട്സ് അത്തരം പ്രോജക്റ്റുകൾ ചെയ്യാൻ തുടങ്ങി ഗവൺമെൻറ്റിന് വേണ്ടി, വേറെ ആർക്കിടെക്ട്സ് അത് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ മൊത്തം ഹെൽത്ത് സിസ്റ്റത്തിന് വലിയൊരു മാറ്റമാണ് നമ്മൾ അന്നത്തെ ഫസ്റ്റ് 50 crore പ്രോജക്റ്റ് ചെയ്തോടെ സംഭവിച്ചത്. അപ്പോൾ ഞാൻ ലൈം ലൈറ്റിൽ വന്നില്ലെങ്കിൽ പോലും അതിന് അത്രയും വലിയൊരു മൂവ്മെൻറ്റിൻ്റെ പാർട്ടാവാൻ സാധിച്ചു എന്നുള്ള എനിക്കൊരു കോൺഫിഡൻസ് തന്നു, ഒരു ആത്മവിശ്വാസം തന്നു. ഞാൻ എൻ്റെ ഒരു പ്രസക്തി അതിൻ്റെ അകത്ത് ഞാൻ നോക്കിയില്ല. പക്ഷേ ഞാൻ അതിൻ്റെ അകത്ത് കിട്ടിയ അറിവുകളും അനുഭവങ്ങളും കൊണ്ട് പുതിയ പ്രോജക്റ്റുകൾ ഡിസൈൻ ചെയ്യാൻ നോക്കി. പുതിയ പ്രൊജക്റ്റുകൾ എന്ന് പറയുമ്പോൾ വീണ്ടും ഈ പ്രശ്നങ്ങൾ തീർന്നിട്ടാണോ ഡിസൈനിങ്ങിലേക്ക് വരുന്നത്, അതോ ആ പ്രശ്നങ്ങൾക്ക്, കാരണം നമുക്ക് ജീവിക്കാൻ പൈസ വേണം, നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ഫാമിലി ഉണ്ട്, സ്റ്റാഫ് ഉണ്ട്, ആ ഒരു മെട്രിക്സ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നൊരു സ്ഥാപനം കൊടുക്കുന്ന, ആർക്കിടെക്ട്സ് എന്ന് പറഞ്ഞ സ്ഥാപനം കൊടുക്കുന്ന സാലറി വെച്ച് ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഇതിനേക്കാളൊക്കെ ഉപരി നമ്മുടെ മെന്റൽ സ്ട്രെങ്ത് ഉണ്ട്. ഇതൊക്കെ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. തിരിച്ചു വരുമെന്ന് 100% ഉറപ്പുണ്ടായിരുന്നോ? അല്ല, ഒരു തിരിച്ചു വരുന്നുള്ളൊരു ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലല്ല നമ്മൾ വർക്ക് ചെയ്ത്. നമ്മളെന്ന് വെച്ചാൽ നെവർ ഗീവ് അപ്പ് എന്നുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുക, കിട്ടിയില്ലെങ്കിൽ ഒന്നുകൂടെ ട്രൈ ചെയ്യുക, കിട്ടിയില്ലെങ്കിൽ ഒന്നുകൂടെ ട്രൈ ചെയ്യുക. അപ്പോൾ ഡിസൈനും അങ്ങനെ തന്നെയാണ്. ഒരു വീട് ഡിസൈൻ ചെയ്താൽ നമ്മൾ തുടക്കത്തിൽ ഫസ്റ്റ് ഒരു ടേക്കിൽ തന്നെ ചിലപ്പോൾ കിട്ടണമെന്നില്ല, വീണ്ടും ട്രൈ ചെയ്യും, പോയി കഴിഞ്ഞാൽ വീണ്ടും ട്രൈ ചെയ്യും, ട്രൈ ചെയ്ത് നമ്മൾ ക്രാക്ക് ചെയ്യുന്നത്. അപ്പോൾ അതേ ആറ്റിറ്റ്യൂഡ് തന്നെ വീണ്ടും വീണ്ടും ട്രൈ ചെയ്തു. അപ്പോൾ ആസ് എ എൻ്റർപ്രണർ ഇനിയും മുമ്പോട്ട് പോകാനുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എൻ്റെ കരിയറിൻ്റെ ഒരു നല്ല പോയിന്റിലേക്ക് വരാൻ പോകുന്നുള്ളൂ. എൻ്റെ അസസ്മെൻറ്റ് ഞാൻ ഉദ്ദേശിക്കുന്ന ടൈപ്പ് ഓഫ് ഒരു ആർക്കിടെക്ചറോ ബിൽഡിങ്സ് എനിക്ക് ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനിയാണ് എൻ്റെ കരിയറിൽ അത്രയും കാര്യം ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് നമ്മൾ യങ്ങായിട്ടുള്ള ആൾക്കാർ മനസ്സിലാക്കേണ്ടത്, നമ്മൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. സിറ്റുവേഷൻസ്, ഹാർഡ്ഷിപ്സ് എപ്പോഴും എല്ലാവർക്കും വന്നുകൊണ്ടിരിക്കും. നമ്മൾ ഗീവ് അപ്പ് ചെയ്യരുത്, വീണ്ടും വീണ്ടും ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അകത്തുള്ളത്. ഗീവ് അപ്പ് ചെയ്യാതെ തിരിച്ചു വന്നിട്ട് ആദ്യം ചെയ്ത പ്രൊജക്റ്റ് എന്തായിരുന്നു? അന്ന് ഇപ്പോൾ ഇത്രയും പ്രശ്നം, ഇപ്പോൾ 11ഓളം കേസ് ഉണ്ടായിരുന്നു ഹൈക്കോടതിയിൽ. 10ഓളം കേസ് നമ്മൾ വാദിച്ച് ജയിച്ചപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റിലായി. പക്ഷേ സാമ്പത്തികമായിട്ട് പണമൊന്നും ഉണ്ടായിരുന്നില്ല, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വന്നു. പിന്നെ പ്രൊജക്ട്സ് എല്ലാം പോയി, പിന്നെ സ്റ്റാഫെല്ലാം രാജിവെച്ചു. അതൊരു ഭയങ്കര ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആയിരുന്നു. കേസും പ്രശ്നവും ട്രേഡൊക്കെ വന്നപ്പോഴത്തേക്കും സ്റ്റാഫെല്ലാം ഒരു 90% സ്റ്റാഫും പോയി. അതിനുശേഷമാണ് നിറവറ ഇൻഡസ്ട്രീസിന് വേണ്ടി ഞാനൊരു വീട് അദ്ദേഹത്തിൻ്റെ മകൾക്ക് വേണ്ടി ചെയ്യുന്നത്. 8-9 വർഷം മുമ്പാണ് അത് ചെയ്യുന്നത്. അന്ന് ഫാദറിൻ്റെ ഫ്രണ്ടാണ് അദ്ദേഹം, കർണൻ അപ്പം അദ്ദേഹം എന്നോടുള്ളൊരു വാത്സല്യവും ഇപ്പം കഴിവുണ്ട്. അപ്പം വലിയ ആൾക്കാർക്ക് കഴിവുള്ളവരെ തിരിച്ചെടുത്ത് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റും. എനിക്ക് അതിനു മുമ്പ് വലിയ വീടുകളൊന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം ഇങ്ങനെ ഒരു വീട് എനിക്ക് ചെയ്യാൻ തരുകയും ആ വീടിന് ഒരുപാട് പ്രത്യേകതകളുണ്ടായിരുന്നു. അതായത് ജിയോ തെർമൽ കൂളിംഗ് എന്ന് പറയും. അതായത് ഭൂമിയിലടിയുടെ എയർ എടുത്ത് അതിനെ തണുപ്പിക്കുന്ന രീതിയൊക്കെ ഒന്നും ആരും ചെയ്തിട്ടില്ല. യൂറോപ്പിൽ നമ്മൾ വീട് ചൂടാക്കാൻ ഉപയോഗിക്കുന്നതാണ്. ഇവിടെയാണ് തണുപ്പിക്കാനായിട്ട്, എയർ കണ്ടീഷൻ ഇല്ലാണ്ട് തന്നെ വീട് തണുപ്പിക്കാനായിട്ട് ജിയോ തെർമൽ കൂളിങ്ങിനോട് ഭയങ്കര പോപ്പുലറാണ് വീട്. ഇന്റർനെറ്റിൽ നമ്മളെ പോപ്പുലർ. അങ്ങനെ ചെയ്ത് ആ വീട് ചെയ്തു. അതിന് എനിക്ക് 4 സ്റ്റേറ്റ് അവാർഡ് കിട്ടി. തിരിച്ചു വരവേ അങ്ങനെയായിരുന്നു. ഫസ്റ്റ് പ്രോജക്റ്റ് തന്നെ. അതിൻ്റെ അകത്താണ് പിന്നെ ഈ കമ്പനി അങ്ങ് ഫ്രോം ഒരു ബ്രാൻഡായി മാറുന്നത്. ഇപ്പൊ തോപ്പിക്കാൻ ശ്രമിച്ചവർക്ക് മനസ്സിലായി, എത്ര തോപ്പിക്കാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല, ഇവനങ്ങനെ തോറ്റു കൊടുക്കുന്ന ഒരു ഐറ്റം അല്ലെന്ന്.
തോപ്പിക്കാൻ ശ്രമിക്കുമെന്ന് ഞാൻ പറയുന്നില്ല, അത് സാഹചര്യം കൊണ്ട് സംഭവിക്കുന്നതാണ്. പിന്നെ കോമ്പറ്റീഷൻ എല്ലാ ഫീൽഡിലുണ്ടല്ലോ. ഇപ്പം മനഃപൂർവ്വമാണെങ്കിലും അല്ലെങ്കിലും അവർ നമ്മൾ കട്ട് ചെയ്യാൻ ശ്രമിക്കും. നമ്മൾ അടുത്ത വഴി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഞാൻ അവരെ ഒന്നും ഫൈറ്റ് ചെയ്യാനും നോക്കിയില്ല. നമ്മൾ അടുത്ത വഴിയിലൂടെ അടുത്ത കാര്യം ചെയ്യുക. പക്ഷെ നമ്മൾ ഒരു വഴി അടയുമ്പോൾ മറ്റു കാര്യങ്ങൾ നമ്മൾ നല്ലതാ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ കർണൻ സാറിന് എത്രയോ ഇന്ത്യയിൽ തന്നെ എത്രയോ അറിയപ്പെടുന്ന ആർക്കിടെക്ട്സിന് വേണ്ടി വർക്ക് കൊടുക്കാമായിരുന്നു. പക്ഷെ അത് വാത്സല്യത്തെക്കാൾ ഉപരി അവന് കയറി വരുമായിരിക്കും എന്നുള്ളൊരു ധൈര്യമായിരിക്കാം. അതെ, അദ്ദേഹത്തിന് ഇപ്പം എൻ്റെ ഒരു ഹങ്കർ മനസ്സിലായി. ഇങ്ങനെ ഒരു കാര്യം ചെയ്യണം എന്ന് സ്വന്തമായിട്ട് പ്രൂവ് ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. ചെറുപ്പത്തിൽ നിൽക്കുകയാണ്, അങ്ങനെ ട്രിഗറിൽ നിൽക്കുന്ന ഒരാളാണെന്നുള്ള അതിന് മനസ്സിലായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ അകത്താണ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്, നമ്മൾ ആ വീട് ചെയ്യുന്നത്. ആ വീട് ഇന്നിപ്പോൾ ചെയ്യുന്ന വീട് വെച്ച് നോക്കുമ്പോൾ പറയുമ്പോൾ ആ വീട് അത്ര അതിനേക്കാൾ ഇപ്പോൾ ഒരുപാട് നല്ല പ്രോസസ് ഇപ്പം ചെയ്യുന്നത്. പക്ഷെ എന്നാൽ പോലും തുടങ്ങുന്ന രീതിയിൽ അന്നത്തെ കാലത്ത് ആർക്കിടെക്ചറൽ ട്രെൻഡിനെ മാറ്റിമറിച്ചൊരു കൺസ്ട്രക്ഷൻ ഡിസൈനായിരുന്നു അത്. ഇപ്പൊ എത്ര എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ അണ്ടറിൽ? ഇന്ന് ഓൾമോസ്റ്റ് 50 എംപ്ലോയീസ് ഉണ്ട്. എനിക്ക് 4 ഓഫീസുണ്ട്. ഞാൻ കൂടാതെ 10-11 ആർക്കിടെക്ട്സ് ഉണ്ട്. എനിക്കൊരു പാർട്ണർ ആർക്കിടെക്റ്റ് ഉണ്ട്, ഹുസൈൻ തൊടുപുഴയിലുണ്ട്. പിന്നെ ഫാദറുണ്ട്, സിസ്റ്ററുണ്ട്, വൈഫിന് സിസ്റ്ററുണ്ട്. അങ്ങനെ ഒരു കോർ ടീമുണ്ട്, 8 പേര്, 8-10 വർഷമായിട്ടുള്ള. ഇന്ന് കമ്പനി വളരെ സ്ട്രോങ് ആയി. നമ്മൾ പ്രൈവറ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് 8-10 ചെയ്യുന്നു, ഷോപ്പിംഗ് മാൾസ് ചെയ്യുന്നു, ഓഫീസ് ബിൽഡിങ്സ് ചെയ്യുന്നു, റിസോർട്ടുകൾ ചെയ്യുന്നു, വീടുകൾ ചെയ്യുന്നു. ഇപ്പം ഞാൻ ഓൾമോസ്റ്റ് 300 ഹൗസസ് ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പറയുന്ന ഒരാൾ മുമ്പുള്ള കാര്യങ്ങളാണ്. അവിടെ നിന്ന് പിന്നെ ഗ്രോ ചെയ്തു നമ്മളതിനെ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ. ഒരു ബിസിനസ്സുകാരനെ പോലെ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കില്ല. അതെല്ലാം അപ്രോക്സിമേറ്റ് ഫിഗേഴ്സാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ അടുത്ത പ്രോജക്റ്റ് ഇനി നന്നായിട്ട് എങ്ങനെ ചെയ്യുന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്ന കാര്യം അല്ലേ. നമ്മുടെ വീട്ടിൽ എത്ര കാശ് വീഴുന്നല്ല, നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റിനെ കുറിച്ചാണ് നമ്മൾ അടുത്ത് എത്ര ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ഇത് പ്ലേസ് ചെയ്യാൻ പറ്റും, എത്ര നന്നായിട്ട് ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, എന്താണ് ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുന്നത്, സൊസൈറ്റിക്ക് എന്താണ് മെസ്സേജ് കൊടുക്കാൻ പറ്റുന്നത്, ആ ക്ലയൻറ്റിന് എത്ര നന്നായിട്ട് അത് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പ്ലേസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ സ്കെയിലും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നമ്മളിപ്പോൾ വലിപ്പത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ അങ്ങനെ ചെറിയ പ്രോജക്ട്സ് എന്ന് വിളിക്കാൻ പാടില്ല, എന്നാലും അങ്ങനെയുള്ള പ്രോജക്ട്സ് നമ്മൾ ചെയ്യും. അങ്ങനെ വലിയ ഹോസ്പിറ്റലിൽ മാത്രമല്ല, വീടുകളും ചെയ്യും. അപ്പം എല്ലാം എങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് പ്ലേസ് ചെയ്യും എന്നുള്ളതാണ്. പിന്നെ ആർക്കിടെക്ചർ എന്താണ്, ആർക്കിടെക്ചർ എന്താണെന്നുള്ളത് ഇനിയും ക്ലയൻസ് മനസ്സിലാക്കാൻ. അടുത്തൊരു ചോദ്യം അതാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഈ ആർക്കിടെക്ട് എന്ന് പറഞ്ഞ ആൾക്ക് എന്ത് പ്രസക്തിയാണുള്ളതെന്നുള്ള വലിയൊരു ചോദ്യമാണ്. കാരണം നമുക്കറിയാവുന്ന വീടിൻ്റെ അടുത്തുള്ള ഒരു എഞ്ചിനീയറെ കൊണ്ടുപോയി ഒരു ഡിസൈൻ വരപ്പിക്കും, നേരെ പഞ്ചായത്തിൽ കൊണ്ടുപോയി അതിനൊരു അപ്രൂവൽ എടുക്കും. നമുക്ക് തൊട്ടടുത്ത് അറിയാവുന്ന ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ്റെ അപ്പനോ അമ്മായിപ്പനോ അങ്ങനെ ആരെങ്കിലും ഒരു ആൾ കോൺട്രാക്ടർ ആയിരിക്കും. നേരെ നമ്മൾ തന്നെ നിന്ന് വീട് പണി തീർക്കും. ചില ആൾക്കാർ പ്രൗഡ്ലി പറഞ്ഞിട്ടുണ്ട്, വീടിന് ഒരു പ്രശ്നം വരില്ല, വീട് പണിത 6 മാസം ഞാൻ ലീവ് എടുത്ത് വീടിൻ്റെ പണിക്ക് വേണ്ടി നിൽക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ശരിക്കും ഒരു ആർക്കിടെക്റ്റിന്റെ ആവശ്യകത എന്താണ് ഒരു വീട് പണിയിൽ? നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഈ ആർക്കിടെക്ട് ടെക്നിക്കൽ പേഴ്സൺ തന്നെയാണെങ്കിലും നമ്മൾ പഠിക്കുന്നതോ മനസ്സിലാക്കുന്നതോ അല്ല ഇതിൻ്റെ ഇമോഷണൽ സൈഡാണ്. കാരണം ഇതൊരു ക്രിയേറ്റീവ് സംഭവമാണ്. എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ പ്യൂർലി ടെക്നിക്കൽ സംഭവമാണ്. അപ്പോൾ എഞ്ചിനീയേഴ്സ് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, അവർക്ക് അവരുടെ സ്പേസ് ഉണ്ട് കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട്. പക്ഷേ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഇമോഷണൽ പാർട്ടാണ് ഡിസൈൻ്റെ. അപ്പോൾ നമ്മളൊരു സ്പേസിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഇമോഷണലി നമ്മൾ എത്ര ചാർജ്ഡ് ആവണം, അത്ര അതിൻ്റെ പോസിറ്റീവ് എനർജി എങ്ങനെയാണ്, നെഗറ്റീവ് എനർജി എങ്ങനെയാണ്, ആ സ്പേസിൻ്റെ ഇൻറ്റിമസി എങ്ങനെയാണ്, അതിന് നമ്മൾ ഹാപ്പിനെസ് എങ്ങനെയാണ്, അതിനകത്ത് നമുക്ക് കിട്ടുന്ന പ്രൈവസി എങ്ങനെയാണ്, അതെല്ലാം നമ്മുടെ ഇമോഷണൽ സൈഡാണ്. അതാണ് ഒരു ആർക്കിടെക്ട് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അത് കൈകാര്യം ചെയ്യുന്ന ഒരാൾ ഡിസൈൻ ചെയ്യുമ്പോഴാണ് ആ വീടിനും ആ സ്പേസിനും ഇമോഷണൽ വാല്യൂ കിട്ടുന്നത്. അത്തരം സ്പേസുകളാണ് നമുക്ക് അതിന് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ തരുന്നത്. ഇപ്പോൾ നമ്മൾ എത്ര വലിയ ബിസിനസ്സുകാരനാണെങ്കിലും ഇപ്പോൾ ഒരു ട്രെൻഡുണ്ട്, നമുക്ക് ബിസിനസ് ചെയ്യുമ്പോൾ വീടിന് ഇൻവെസ്റ്റ് ചെയ്യേണ്ട എന്തിനാണ് ഡിപ്രിസിയേഷൻ. പക്ഷേ നമ്മൾ പണമുള്ള ഒരാൾക്ക് സ്വന്തം വീട്ടിൽ വരുമ്പോഴത്തേക്ക് ഒരു ആശ്വാസമാണ്. അയാൾക്കൊരു മെൻ്റൽ സ്റ്റെബിലിറ്റി ഉണ്ടാവും, ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സ്ട്രെസ് ഫ്രീ അറ്റ്മോസ്ഫിയർ ഉണ്ടാവും, അയാൾക്ക് ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാനുള്ളൊരു ടൈം ഉണ്ടാവും, കൂട്ടമായിട്ട് താമസിക്കാനുള്ളൊരു ഫെസിലിറ്റി ഉണ്ടാവും. അപ്പോൾ വീടിന് ആ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. അവിടെയാണ് ആർക്കിടെക്റ്റിന് ഇമ്പോർട്ടൻസ് വരുന്നത്. ആ ഒരു കോഷൻ്റെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വീട് കല്ലും മണ്ണും ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള സാധനമാണ്. പക്ഷെ അതിൻ്റെ ആ ഡൈനാമിസം കൊണ്ടുവരുന്നത് ഈ ഇമോഷൻസ്, പ്രകൃതിയുടെ നേച്ചേഴ്സ്, ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്, കളേഴ്സ്, ലൈറ്റിങ്ങിൻ്റെ ഫീല്, അത്തരം കാര്യങ്ങളാണ് അതിന് ആ ഡൈനാമിക് ഫീലിംഗ് കൊണ്ടുവരുന്നത്. അവിടെയാണ് അതിൻ്റെ പ്രസക്തി എടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ മൊത്തം മുടക്കുന്ന പൈസയ്ക്ക് ആ മൂല്യം കിട്ടുന്നത്. അത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഇനിയും മനസ്സിലാക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ ഒരുപാട് വ്യത്യാസം വന്നു. കാരണം സോഷ്യൽ മീഡിയ വന്നതോടുകൂടി ഈ സ്പേസസ് എല്ലാം ഭയങ്കരമായി എല്ലാവരും വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ഒരുപാട് വ്യത്യാസം വന്നു. എന്നാൽ ഇനിയും ഇന്ന് ഇൻസ്റ്റാഗ്രാം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് ഒരു വീട്, ആ വീട് പണിത ആർക്കിടെക്റ്റ് അല്ലെങ്കിൽ ആ വീട് പണിത ഇന്റീരിയർ ഡിസൈനർ, ഇവർ ആ വീടിനെ കുറിച്ച് പറയുന്ന ഒരു സ്റ്റോറി നറേഷൻ, എൻഡിലെ ആ കസ്റ്റമർ, ആ വീട്ടിൽ ആരാണ് താമസിക്കുന്ന അവർ ആ വീടിനെ കുറിച്ച് പറയുന്ന ഒരു കണ്ടന്റ്. ഇതാണ് ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഹിറ്റാകുന്ന
എനിക്ക് തോന്നുന്നു ഇപ്പം ഞാനൊക്കെ വീട് പണി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഈ കാണുന്ന റീൽസ് എല്ലാം സെയിൽ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനിയിപ്പോൾ ഇതിൽ ഏത് മോഡൽ പണിയണമെന്ന് ചോദിച്ചാൽ കൺഫ്യൂഷൻ. കാരണം നമ്മൾ ഡേ ബൈ ഡേ നമ്മുടെ ഈ ഒരു അപ്ഡേഷൻസ് ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയ വഴി വന്നുകൊണ്ടിരിക്കണം. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, എപ്പോഴും ഇപ്പം വീട് പണിയാൻ പോകുന്ന ഒരാളുടെ മനസ്സിലുണ്ടാവുന്നൊരു വലിയ തോട്ടാണ്, പിന്നെ അവനൊരു പടം വരച്ച് തരുന്നതിന് അവന് എത്ര ലക്ഷം രൂപ കൊടുത്താൽ മതി എന്നറിയൂ, എനിക്ക് ആകെ 2 കോടി രൂപയെ വീടിന്റെ ബജറ്റ് ഉള്ളൂ, അതിൽ നല്ലൊരു തുക ഇവന് പോകും. അപ്പൊ ഈ തുക മുടക്കാൻ പലപ്പോഴും മടിയാണ് ആളുകൾക്ക്. ആർക്കിടെക്റ്റിന്റെ ഫീസ് എന്തോ ഒരു എക്സ്ട്രാ മണിയായിട്ട്, അതിന്റെ ആവശ്യമില്ലാത്തൊരു മണിയായിട്ടാണ്. കാശുള്ളവൻ അങ്ങനെയൊക്കെ കാണിക്കാം, നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് പലപ്പോഴും ആർക്കിടെക്റ്റ് എന്ന് പറയുന്ന വ്യക്തി ആൾക്കാർ കാണുന്നത്. അങ്ങനെ കാണുന്ന ആളുകളോട് സച്ചിന്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ എന്താ പറയാനുള്ളത്? ഞാനിപ്പോൾ ഒരു നെയിം ടാഗ് ചെയ്യുമല്ല, അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള കാരണങ്ങളുണ്ടാവും ചിന്തിക്കുന്നതിനായിട്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ആർക്കിടെക്ചർ സൈഡിൽ നിന്ന് പറയുവാണെങ്കിൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞില്ലേ 2 crores എന്നുള്ള കൺസെപ്റ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ 2 crores ഒരു വീട് ചെയ്യുവാണെങ്കിൽ, ഇപ്പോൾ സപ്പോസ് ഒരു ആർക്കിടെക്റ്റിൻ്റെ ഫീസ് 10 lakhs ആണെന്നിരിക്കട്ടെ, ഈ 2 crores 10 lakhs ആയിരിക്കട്ടെ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ബാക്കിയുള്ള 1,90,00,000 രൂപയുണ്ടല്ലോ, ആ 1,90,00,000 രൂപയുടെ മൂല്യം കിടക്കുന്ന ഈ 10 ലക്ഷം രൂപയല്ല. കാരണം അയാളാണ് അതിൻ്റെ രൂപം, ഭാവം, അതിൻ്റെ ഫീലിങ്സും എല്ലാം തീരുമാനിക്കുന്നത്. അയാളാണ് അതിൻ്റെ മെറ്റീരിയൽസ് തീരുമാനിക്കുന്നത്, അതിൻ്റെ സ്ട്രക്ചർ എത്ര കറക്റ്റ് ആയിരിക്കണം, അത് ഇന്ന രീതിയിലായിരിക്കണം തീരുമാനിക്കേണ്ടത്, ലാൻഡ്സ്കേപ്പുമായിട്ട് ഈ വീട് എത്ര കണക്റ്റ് ആയിട്ട് നിൽക്കണം, ഫാമിലി സ്പേസസ് എങ്ങനെയാണ് നിൽക്കേണ്ടതെന്നുള്ളതും, അതിൻ്റെ ആ കോൺടെക്സ്റ്റ്, ആ സൈറ്റുമായിട്ട് എത്ര കണക്റ്റഡ് ആയിട്ടാണ് ഈ സ്ട്രക്ചർ നിൽക്കുന്നതൊക്കെ തീരുമാനിക്കുന്ന അയാളാണ്. അപ്പോൾ ആ മുഴുവൻ പൈസയുടെ മൂല്യം കിടക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയാണ് ബാക്കി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന മുഴുവൻ പൈസയുടെ മൂല്യം തീരുമാനിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കെയർഫുൾ ആയിരിക്കണം. ആ സ്പേസ് ഇപ്പം നമ്മൾ ഇന്ത്യ എന്നുള്ള രാജ്യത്തൊക്കെ നമ്മളിപ്പോൾ മെട്രോസിൽ പോയി കഴിഞ്ഞാൽ മേജറായിട്ടുള്ള കൺസ്ട്രക്ഷൻസ് എല്ലാം ആർക്കിടെക്ചർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ UAE എടുത്ത് നോക്കിക്കോ, UAE അല്ലെങ്കിൽ US അല്ലെങ്കിൽ യൂറോപ്പോ ഇത്ര ഡെവലപ്ഡ് ആയിട്ട് കൺട്രീസ് നോക്കിക്കോ, 100% പ്രൊവൈസ് ആർക്കിടെക്ചർ ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അത്തരം ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് ആർക്കിടെക്ചറിനെ ചൂസ് ചെയ്യുന്നത് പ്രൊവൈസ് ചെയ്യാനായിട്ട്? അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട അതിൻ്റെ സിഗ്നിഫിക്കൻസ് എവിടെ കിടക്കുന്നുള്ളത്. നിങ്ങളുടെ ഒരു മേഖലയല്ല, എന്നാലും ഞാൻ മനസ്സിലാക്കിയേക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ചിലപ്പോൾ അത് ടെക്നിക്കൽ ഇതായിരിക്കാം. എന്നാലും എനിക്ക് തോന്നുന്നു ആ ഒരു ടോക്കിൽ സച്ചിന് കുറച്ച് കോൺട്രിബ്യൂഷൻസ് പറയാൻ പറ്റുമെന്ന് തോന്നുന്നു. നമ്മളൊരു വീട് ഹൗസ് വാമിങ് കഴിഞ്ഞൊരു 3 മാസം കഴിഞ്ഞാൽ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ വീടിന് വിള്ളലുണ്ടാകും, ചിലപ്പോൾ ആ വീട്ടിലെ മഴക്കാലം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭിത്തി കൂടെ നനവുണ്ടാകും. ഇതൊന്നും ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, ഒരു 10 വർഷം കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ ടൈലിട്ടേക്കുന്നത്, ടൈലിങ്ങനെ നടക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കുന്നു, പിന്നെ ടൈല് പൊട്ടുന്നു, ഇങ്ങനെയൊക്കെ പല പല ഇഷ്യൂസ് ഒരു വീട് പണി തീർന്നു കഴിയുമ്പോൾ വിത്തിൻ 3 months to 5 years ഈ ഒരു ഗ്യാപ്പിൽ ഇത്രയും കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇത്രയധികം പൈസ മുടക്കി, ഇത്രയധികം സിമെൻറ്റ് ഉപയോഗിച്ച്, എല്ലാവരും സെയിം സിമെൻറ്റാണ് ഉപയോഗിക്കുന്നത്, എല്ലാവരും സെയിം ഇഷ്ടികയാണ് ഉപയോഗിക്കുന്നത്, പക്ഷേ ഈ പറയുന്ന പോലെ വീടിന് ക്രാക്ക് വരുന്നു, നനവ് വരുന്നു? എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ കാര്യം സംഭവിക്കുന്നത്? ഇത് ഇപ്പോൾ ചോദിച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് ക്വസ്റ്റ്യൻ ആണ്, മോർ ദാൻ ആർക്കിടെക്ചർ. ഇവിടെയാണ് എഞ്ചിനീയേഴ്സിൻ്റെ പ്രസക്തി വരുന്നത്. പക്ഷേ ഈ ചോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ മറുപടി പറയാം. കേരളത്തിൽ വളരെ ക്രൂഷ്യലായിട്ട് കാര്യമാണ് ഫൗണ്ടേഷൻ, ഒരു വീടിൻ്റെ ഫൗണ്ടേഷൻ. കാരണം ഇവിടുത്തെ ലാൻഡിൻ്റെ സോയിലിൻ്റെ പ്രോപ്പർട്ടി ഏരിയ ടു ഏരിയ ഡിഫറൻറ്റാണ്. ചില ഏരിയയിൽ പാറയുള്ള ഏരിയ ഉണ്ടാവും, ചിലപ്പോൾ മിക്കതും പുഴയുടെ തീരത്തുള്ള ഏരിയ ആയിരിക്കും, അല്ലെങ്കിൽ കടലിൻ്റെ സൈഡിലുള്ള ലാൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ പണ്ട് പാടമായിരുന്ന ലാൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ പാടത്തിൻ്റെ അടുത്തുള്ള പ്രോപ്പർട്ടി ആയിരിക്കും. അപ്പോൾ ഇതിന് സോയിൽ കണ്ടീഷൻ വളരെ ഡിഫറൻ്റ് ആയിരിക്കും. ചിലപ്പോൾ കുറച്ച് ഭാഗത്തേക്ക് ചതുപ്പായിരിക്കും, കുറേ ഭാഗത്തേക്ക് വെറ്റായിട്ടുള്ള സോയിലായിരിക്കും. അപ്പോൾ എപ്പോഴും സോയിൽ കണ്ടീഷൻ ബേസ് ചെയ്തിട്ട് വേണം ഫൗണ്ടേഷൻ ചെയ്യാനായിട്ട്. ഈ ഫൗണ്ടേഷൻ നമ്മൾ വീക്കായിട്ടുള്ള സോയിൽ വരുമ്പോഴത്തേക്കും അതിൻ്റെ കോസ്റ്റ് വ്യത്യാസം വരും. ഫോർ എക്സാമ്പിൾ നമ്മൾ ചിലപ്പോൾ പൈലടിച്ച് ചെയ്യേണ്ടതായിട്ട് വരും, വീടിന് പോലും പൈലടിക്കേണ്ടി വരും. അപ്പോൾ വീടിന് പൈൽ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ വീടുണ്ടാക്കുന്നവരും ഞെട്ടിപ്പോയി, വീടിന് തന്നെ പൈല്, പക്ഷേ കോസ്റ്റ് വളരെ കൂടുതലാണ്. സാധാരണ വീടുണ്ടാക്കുന്ന ഫൗണ്ടേഷൻ വെച്ച് കോസ്റ്റ് വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ നമ്മൾ കോളം ഫൂട്ടിങ് ചെയ്തിട്ട് പ്ലിന്ത് ബീം വെച്ചിട്ടുള്ള ഫൗണ്ടേഷൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത്തരം കോസ്റ്റ് ഓഫ് ദി ഫൗണ്ടേഷൻ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ മച്ച് ഹയർ ആയിട്ട് വരും. അപ്പോൾ ഇത് ക്ലയൻസിൻ്റെ അടുത്ത് നമ്മൾ എഞ്ചിനീയേഴ്സ് ആണെങ്കിലും ആർക്കിടെക്ട്സ് ആണെങ്കിലും പറയുമ്പോഴത്തേക്കും തൊട്ടടുത്ത വീടാണ് ചെയ്തിട്ടില്ലല്ലോ, അവിടെ ക്രാക്കില്ലല്ലോ, അപ്പോൾ അത് ഭാഗ്യം കൊണ്ടായിരിക്കും നിൽക്കുന്നത്. ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ പാറ ഉണ്ടായിരിക്കും, ഉറച്ച ലാൻഡ് ആയിരിക്കും. അപ്പോൾ ആ എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് ഇവർ നോർമൽ സാധാരണ നമ്മൾ വേടി ചെയ്യുന്നുണ്ടോ, റബിൾ ഉപയോഗിച്ചുള്ള ഫൗണ്ടേഷൻ, അത് ഉപയോഗിച്ച് കൺസ്ട്രക്ഷൻ തുടങ്ങും. അങ്ങനെ തുടങ്ങുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു ചെറിയ സെറ്റിൽമെൻറ്റ് ഉണ്ടെങ്കിൽ തന്നെ വീടിൻ്റെ അകത്ത് ക്രാക്സ് വരും. അപ്പം കേരളത്തിലെ സംബന്ധിച്ച് കോളം ഫൂട്ടിങ് ഫൗണ്ടേഷൻ പ്ലിന്ത് ബീമും കണക്ട് ചെയ്തിട്ട് സ്ലാബ്, ഗ്രേഡ് സ്ലാബ് എന്ന് പറയും. അതായത് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ സ്ലാബ് ചെയ്യുന്ന പോലെ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ സ്ലാബ് ചെയ്യണം. അങ്ങനെ ചെയ്താലാണ് നമ്മുടെ നാട്ടിൽ ഈർപ്പമൊന്നും വരാത്ത, ഈ പെയിൻറ്റ് പൊളിഞ്ഞു പോവുക, ഡാമേജസ് ഉണ്ടാവുക, ഈർപ്പം വരാണ്ടിരിക്കുക, അത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ കോസ്റ്റ് സേവ് ചെയ്യാൻ വേണ്ടി പലപ്പോഴും ഇത് അവോയ്ഡ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരും. അപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. ഫൗണ്ടേഷൻ ഡിസൈൻ കറക്റ്റ് ആണെങ്കിൽ, ഇപ്പോൾ എല്ലാ പ്ലോട്ടിലല്ല ഉദ്ദേശിച്ചത്, സോയിലിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ചുള്ള പ്ലോട്ടിൽ അത്തരം ഡിസൈൻസ് നമ്മൾ പ്രിസൈസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു 99% അവോയ്ഡ് ചെയ്യാൻ പറ്റും.
ഒരു ആർക്കിടെക്റ്റിന്റെ ഡിസൈനിങ് പ്രോസസ്സ് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്തിരി വായിക്കുന്നവരാണെങ്കിലും ഇത്രയും ആളുകളെ കാണുന്നവരാണെങ്കിലും എന്നോട് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഒട്ടുമിക്ക ആൾക്കാരും അറിയാമെന്നൊക്കെ ഭാവിച്ചാലും വീട് പണി തീർന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും ഇത് ഇങ്ങനെയാണ്, കാരണം അവർ കുറേ പഠിച്ചല്ലോ. ശരിക്കും ഒരു വീട് പണി അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഒരു കൺസ്ട്രക്ഷനിലേക്ക് വരുമ്പോൾ ഒരു ആർക്കിടെക്റ്റിന്റെ ഡിസൈനിങ് പ്രോസസ്സ് എങ്ങനെയാണ് വരുന്നത്? നല്ല ക്വസ്റ്റ്യൻ ആണത്. അതായത് ഒരു ആർക്കിടെക്ട് എങ്ങനെയാണ് ഒരു ഡിസൈനിലേക്ക് എത്തുന്നത് എന്നുള്ളത് അതൊരു കൗതുകപരമായ ക്വസ്റ്റ്യനാണ്. അത് എങ്ങനെയാണ് ഡിസൈൻ ഫോം ചെയ്യുന്നത്? ഞാൻ ആ ചോദ്യം ചോദിക്കാൻ കാരണം ആദ്യം എന്നോട് പറഞ്ഞു എവിടെ നിർത്തണം എന്നുള്ളതാണ് ഒരു ആർക്കിടെക്ട് എടുക്കുന്ന ഏറ്റവും വലിയ തീരുമാനം. മെച്യൂരിറ്റി ലൈസ് ഇൻ വെയർ ടു സ്റ്റോപ്പ് ഇറ്റ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് ഡിസൈൻ ചില ഒരു ആർക്കിടെക്റ്റ് എപ്പോഴും ജനറലി ഇപ്പം എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അറിയില്ല, ഞാൻ ചെയ്യുന്ന കാര്യം ഞാൻ പറയാം. ജനറലി ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്, ഒരു സൈറ്റ് പോയി വിസിറ്റ് ചെയ്യും. അപ്പോൾ ആ സൈറ്റിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്താണെന്നുള്ളത് ഡിസൈനിലേക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് സൈറ്റ് സ്ലോപ്പിംഗ് ആയിട്ടാണോ, കുന്നിൻ്റെ സൈഡിലാണോ, പുഴയുടെ സൈഡത്താണോ, അതോ ഫ്ലാറ്റ് ആയിട്ടുള്ള സൈറ്റാണോ, സിറ്റിക്കകത്തിരിക്കുന്നതാണോ, വില്ലേജിലിരിക്കുന്നതാണോ, ഭയങ്കര മരങ്ങളുള്ള സൈറ്റാണോ, അത്തരം കാര്യങ്ങൾ നമ്മൾ ഇൻസ്പയർ ചെയ്യും ഏത് ടൈപ്പ് ഓഫ് ആർക്കിടെക്ചർ അതിനകത്ത് പോകേണ്ടതെന്നുള്ളത് ഒന്ന്. രണ്ടാമത്തെ കാര്യം ക്ലയൻറ്റിൻ്റെ പ്രിഫറൻസസ് എന്തൊക്കെയാണ്. ക്ലയൻറ്റ് ഒരു ജോയിൻറ്റ് ഫാമിലിയാണോ, ന്യൂക്ലിയർ ഫാമിലിയാണോ, ഒരു മോഡേൺ ആയിട്ടുള്ള ഫാമിലിയാണോ, അതോ ട്രഡീഷണൽ വാല്യൂസ് ഉള്ള ഫാമിലിയാണോ, പിന്നെ അവർ പേരൻസിനെ ഒരുമിച്ച് താമസിക്കുന്നുണ്ടോ ഇല്ലയോ, അവർക്ക് കൂടുതൽ മോഡേൺ ബിൽഡിംഗ് ആണ് ഇഷ്ടം അതോ ട്രഡീഷണൽ ബിൽഡിങ്സ് ആണ് ഇഷ്ടം. അപ്പോൾ ആ പ്രിഫറൻസസ് ഒരു വലിയ വാല്യൂ ഉള്ള കാര്യം. സൈറ്റ് കോണ്ടെക്സ്റ്റും ഈ ക്ലയൻറ്റ് പ്രിഫറൻസസും ചേർത്തിട്ട് ഒരു ആർക്കിടെക്റ്റ് ഒരു കൺസെപ്റ്റ് ഫോം ചെയ്യും. അപ്പോൾ ആർക്കിടെക്റ്റ് അല്ലാത്ത ഒരാൾ അപ്രോച്ച് ചെയ്യുന്ന നേരെ പ്ലാൻ വരയ്ക്കുമായിരിക്കും. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു പ്ലാനിങ് അല്ല ആദ്യം വരയ്ക്കുന്നത്. നമ്മൾ ആദ്യം ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് ഫോം ചെയ്യുന്നത്. അതായത് ഈ വീടിൻ്റെ ഒരു മാസിങ് എങ്ങനെയായിരിക്കും, അതിൻ്റെ ഒരു നേച്ചർ എങ്ങനെയായിരിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ശരിക്കും വീടിനൊരു സ്വഭാവമുണ്ട്. നേരത്തെ എന്നോട് ഒരു കാര്യം ചോദിച്ചിരുന്നു, ഇപ്പോൾ നമ്മൾ മോഡേൺ ആണോ ചെയ്യേണ്ടത്, കണ്ടംപററി ആണോ ചെയ്യേണ്ടത്, അതോ ഒരു റൂം മോഡേൺ ചെയ്യണോ, ഒരു റൂം. അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല. അപ്പം നമുക്ക് ഒരു ക്യാരക്ടർ ഉള്ള പോലെ വീടിൻ്റെ ഒരു ക്യാരക്ടറുണ്ട്. അപ്പം നമ്മൾ വീടിൻ്റെ ഓരോ പോർഷനും ഓരോ രീതി ചെയ്യുമ്പോൾ അതിന് ക്യാരക്ടർലെസ് ആയി പോകും. അപ്പം നമ്മളൊരു സിംഗിൾ ക്യാരക്ടറിലേക്ക് ആ വീടിനെ കൊണ്ടുവരണം. എന്നാലാണ് ആ വീടിനൊരു ബിഹേവിയർ ഉണ്ടാവും. ഞാൻ എക്സാമ്പിൾ പറയാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വീട് ഡിസൈൻ ചെയ്തു, ആ വീട് നമ്മൾ ലോഡ്ജ് പോലെ ഡിസൈൻ ചെയ്യുക. അതായത് ഫസ്റ്റ് ഫ്ലോറിൽ കയറി കഴിഞ്ഞാൽ ഒരു വരാന്ത ഉണ്ടാവും. എന്നിട്ട് ആ വരാന്തയിലെല്ലാം സിംഗിൾ മുറികളെന്നിരിക്കട്ടെ. അപ്പോൾ അതിൻ്റെ അകത്ത് താമസിക്കുന്ന ആൾക്കാർ ആ ലോഡ്ജി പോലെ ബിഹേവ് ചെയ്യും. അവർ റൂമിൽ കയറും, അടച്ചു കൂട്ടിയിരിക്കും, താഴത്തേക്ക് ഇറങ്ങി വരില്ല. അവർ പ്രൈവറ്റായിട്ട് ബിഹേവ് ചെയ്യും. പക്ഷേ നമ്മൾ ആ റൂമുകളെല്ലാം ഒരു കോമൺ സ്പേസിലേക്ക് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അത് ഒരു സ്റ്റെയർ കേസിലേക്ക് വെൽക്കമിങ് ആണ്. പെട്ടെന്ന് താഴെ ഇറങ്ങി വരാൻ തോന്നും. താഴെ വന്നാൽ ഫാമിലി സ്പേസ് താഴെ ആയിരിക്കും, സിനിമ കാണുന്നത് താഴെ ആയിരിക്കും. അപ്പോൾ അച്ഛനും അമ്മയും താഴെയാണെങ്കിലും മക്കൾക്ക് ഇറങ്ങി വരാൻ തോന്നും. അപ്പോൾ അതിൻ്റെ ഒരു ബിഹേവിയറും കൂടി അതിനകത്ത് ഇൻവോൾവ് ആണ്. അതാണ് അതിന് ഇമോഷൻസിനെ കണക്ട് ചെയ്യുന്നതിനകത്ത് ഇമ്പോർട്ടൻസ് പറയുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ബിഹേവിയറും കൂടി ഡിസൈൻ ചെയ്ത് തരുവാണ്. എങ്ങനെയാണ് ഈ ഫാമിലി അതിൻ്റെ അകത്തോട്ട് ബിഹേവ് ചെയ്യുന്നത്, അവരെങ്ങനെ ഒരുമിച്ച് നിൽക്കണം, സന്തോഷമായിട്ടിരിക്കണം, അത്ര സിഗ്നിഫിക്കൻസ് ആയി കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു ഡിസൈൻ കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത് പിന്നീടാണ് അതിൻ്റെ ഒരു പ്ലാനിങ്ങിലേക്കും മാസിങ്ങിലേക്കും എലിവേഷനിലേക്കും അതിൻ്റെ 3Dയിലേക്കും എല്ലാം പോകുന്നത്. ഒരു ഡിസൈനിങ്ങിൽ നമ്മുടെ ലാൻഡ്സ്കേപ്പ് അടക്കം എല്ലാം വരും. പിന്നെ തീർച്ചയായും ആർക്കിടെക്ചർ ഡിസൈൻ കോംപ്രിഹെൻസീവ് ആർക്കിടെക്ചർ സർവീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കിടെക്ചറുണ്ട്, സ്ട്രക്ചറുണ്ട്, ഇൻറ്റീരിയേഴ്സ് ഉണ്ട്, സർവീസസ് ഉണ്ട്, ലാൻഡ്സ്കേപ്പിംഗ് ഉണ്ട്. ഈ 5 ഭാഗം കൂടെ ചേർന്നിട്ടുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ആർക്കിടെക്ചർ സർവീസസ്. അത് ഇപ്പം എൻ്റെ ഓഫീസ് ആർക്കിമെട്രിക്സ് എന്നുള്ള ഓഫീസാണ്. അതിൻ്റെ അകത്ത് 5 ഭാഗം ഒരുമിച്ച് കൈകാര്യം ചെയ്യും. എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഇതെല്ലാം കൂടെ ചെയ്യുന്നത്. ചില വ്യക്തികൾ ഇപ്പം നമ്മൾ തന്നെ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്, ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്റ്റിനെ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പം ഇൻറ്റീരിയർ എന്ന് പറയുന്നത് വേറൊരു മേഖലയാണ്. അവരുടെ ഇൻ്റർവ്യൂസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം എല്ലാവരുടെയും എന്താ പറയുക ഒരു കമ്പൈൻ ചെയ്ത് വരുന്നൊരു മേഖലയാണ് ആർക്കിടെക്ട് എന്ന് പറയുന്നത് അല്ലേ? അതെ. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ഫേം ടു ഫേം ആണ്. ചില ഫേംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തം ഒരുമിച്ച് കൈകാര്യം ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്ന ഫേംസാണ്. നമ്മുടെ ഫേം അങ്ങനെയാണ്, എല്ലാം ഒരുമിച്ച് കൈകാര്യം ചെയ്യാമെന്ന് ഉദ്ദേശിച്ച് ചെയ്യുന്ന ഫേംസാണ്. അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ഓഫീസിൽ തന്നെ ഇന്റീരിയർ ഡിസൈനേഴ്സ് ഉണ്ട്. പക്ഷേ ആർക്കിടെക്റ്റുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും ഡിസൈൻ പുറത്തേക്ക് പോകുന്നത്. പിന്നെ ചില കേസസിൽ നമ്മളിപ്പോൾ ലാൻഡ്സ്കേപ്പിന് അതിന് മാത്രം പ്രസക്തിയുണ്ട്. അതായത് ലാൻഡ്സ്കേപ്പാണ് അതിൻ്റെ മെയിൻ കൺസെപ്റ്റ് തന്നെ. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്റ്റിനെ ഹയർ ചെയ്യും. കാരണം അതൊരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനായിട്ട് നമ്മുടെ അറിവിനേക്കാൾ മുകളിൽ അതിന് കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ ഹയർ ചെയ്ത് ഡിസൈൻ ചെയ്യും. അങ്ങനെയും ചെയ്യാം. കേരളത്തിൽ ഇപ്പം നമ്മൾ ചില വീടുകൾ കാണുമ്പോൾ നമുക്കറിയാം ഇത് ഇന്ന കാലഘട്ടത്തിൽ പണിത വീടാണ്. കാരണം ഓരോ കാലഘട്ടത്തിലും കേരളത്തിന് ഓരോ ട്രെൻഡുകൾ ഉണ്ടായിരുന്നു. ഒരു ട്രഡീഷണൽ രീതിയിൽ പോയിക്കൊണ്ട കാലഘട്ടത്തിൽ നിന്ന് അത് മാറി കണ്ടംപററി സ്റ്റൈലായി, പിന്നെ മോഡേൺ ആയി. പിന്നെ ഇപ്പോൾ മലയാളികൾ കുറച്ചുകൂടെ UK കൺട്രീസിൽ കുറച്ചുകൂടെ പോകുന്നതുകൊണ്ട് നാട്ടിൽ അവർ വീട് വെക്കുമ്പോൾ UK അവരുടെ വീടിന് സാദൃശ്യമുള്ള വീടുകൾ വെച്ച് തുടങ്ങി. അപ്പം ഇങ്ങനെ പല പല രീതിയിലേക്ക് ഓപ്പൺ കിച്ചൺസ്, പണ്ട് നമ്മുടെ വീട്ടിലൊന്നും ഓപ്പൺ കിച്ചൺ ഉണ്ടായിരുന്നില്ല, ഓപ്പൺ കിച്ചൺസ് വന്നു തുടങ്ങി. ബാർ കൗണ്ടേഴ്സ്, പണ്ട് എന്തോ പേടിയുള്ള കാര്യമായിരുന്നു, ബാർ കൗണ്ടർ വീടിനകത്തും. ഇങ്ങനെ പല പല മാറ്റങ്ങൾ നമ്മുടെ ഡിസൈനിങ്ങിൽ മാറി തുടങ്ങി.
കേരളത്തിൻ്റെ ഒരു നമ്മുടെ മൊത്തത്തിലുള്ളൊരു കാലാവസ്ഥ, നമ്മുടെ മൊത്തത്തിലുള്ളൊരു കേരളം എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു ഫീല്, ഇതിൽ നിന്നെല്ലാം ഏത് ടൈപ്പ് വീടുകളായിരിക്കും കേരളത്തിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്? ഇത് എല്ലാവർക്കും കൺഫ്യൂഷനുള്ള, ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള സീനിയർ ആയിട്ടുള്ള ആർക്കിടെക്ട്സിന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ശരിക്കും പറഞ്ഞാൽ. ഇത് മറ്റ് ഇതിനകത്ത് ഞാൻ ഒരുപാട് എക്സ്പ്ലനേഷൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു ടേക്ക് ഞാൻ ഇതിനകത്ത് പറയാം എന്താണെന്നുള്ളത്. അതായത് നമ്മളിപ്പോൾ ഒരു മോർ ദാൻ 100 days 150 years മുമ്പുള്ള കേരള ആർക്കിടെക്ചർ പരിശോധിച്ച് കഴിഞ്ഞാൽ അത് വളരെ റീജിയണൽ ഓറിയൻറ്റഡ് ആർക്കിടെക്ചറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു 400 വർഷം കൊണ്ട് ഇവോൾവ് ചെയ്ത് വന്ന ഡിസൈൻ ആർക്കിടെക്ചറാണ് കേരള ആർക്കിടെക്ചർ. അതായത് നമ്മൾ ഈ നടുമുറ്റെന്നൊക്കെ 4 എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതിൻ്റെ സ്റ്റാക്ക് എഫക്റ്റ് എന്ന് പറയും. അതായത് വീടിൻ്റെ അകത്ത് ചൂടുണ്ടാവാതിരിക്കാനാണ് കോട്ടേഡ് വെക്കുന്നതും വരാന്ത വെക്കുന്നതും സണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യാൻ, റെയിനെ പ്രൊട്ടക്ട് ചെയ്യാൻ, ക്ലൈമറ്റോളജി ബേസ് ചെയ്തിട്ട് പണ്ട് കാലത്ത് ഇവോൾവ് ചെയ്ത് വന്ന ഡിസൈനാണ് കേരള ആർക്കിടെക്ചർ. അതിനുശേഷം ഒരു 100 years മുമ്പാണ് ഈ കോൺക്രീറ്റ് സ്റ്റീൽ സ്ട്രക്ചേഴ്സ് ഉണ്ടാകുന്നത്. എന്ന് വെച്ചാൽ കോൺക്രീറ്റ് സ്റ്റീലിനോട് ചേർന്നുള്ള സ്ട്രക്ചർ ഉണ്ടാകും. അതുണ്ടാകുമ്പോഴാണ് ആ ആർക്കിടെക്ചറിന് വ്യത്യാസമുള്ള സ്ട്രക്ചേഴ്സ് ഇവിടെ ഉണ്ടായി തുടങ്ങുന്നത്. മോഡേൺ സ്ട്രക്ചേഴ്സ് ഉണ്ടാകുന്നത്, അതായത് കോൺക്രീറ്റിൽ ഉപയോഗിച്ച് കോൺക്രീറ്റ് സ്ലാബ് വാർത്തിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ടാകും. ആ വീടുകൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നമ്മൾ മറ്റേ അലുമിനിയം ഷീറ്റ് അടിച്ച് വെച്ചാൽ കാണാം. അതിന് കാരണം വെച്ചാൽ നമ്മളിവിടെ 6 മാസം ഹെവി റെയിനാണ്, പിന്നെ 6 മാസം ഭയങ്കര സണ്ണുമാണ്. അപ്പോൾ എക്സ്പോസ്ഡ് കോൺക്രീറ്റ് സ്ലാബിൽ വരുമ്പോൾ ഇതിനകത്ത് ക്രാക്ക് വരും, പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഇത് കവർ ചെയ്യേണ്ടതായിട്ട് വരും. ഈ മോഡേൺ ആർക്കിടെക്ചർ കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ആർക്കിടെക്ചറാണ് കുറച്ചുകൂടെ മോഡേൺ ട്രഡീഷണൽ, അതിനോട് മിക്സ് ചെയ്തിട്ടുള്ള ആർക്കിടെക്ചർ. പിന്നെ കണ്ടംപററി എന്ന് പറയുന്നത്, കണ്ടംപററി എന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥത്തിൽ അർത്ഥം ഇപ്പം നമ്മുടെ നാട്ടിൽ ക്ലയൻസ് എന്നോട് ബോക്സ് ടൈപ്പ് വീട് എന്ന് പറയുന്നത്. പക്ഷേ കണ്ടംപററി എന്ന വാക്കിന് യഥാർത്ഥത്തിലുള്ള അർത്ഥം എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് മോഡേൺ, അത്രേ അർത്ഥമുള്ളൂ. ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് ഡിസൈൻ ചെയ്യുന്ന എല്ലാ വീടും കണ്ടംപററി ഡിസൈൻസ് തന്നെയാണ്. ശരിക്കും കേരളത്തിൽ എന്ത് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള പഴയ കേരള ആർക്കിടെക്ചർ മനസ്സിലാക്കി പഠിച്ച് അതിൻ്റെ അകത്തുള്ള വാല്യൂസ് എടുത്തിട്ട് മോഡേൺ ആയിട്ട് ഡിസൈൻ ചെയ്യുകയാണ് ശരിക്കും നമ്മൾ ചെയ്യേണ്ടത്. എന്നാലാണ് അത് നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു 19 വർഷം കാര്യമായിട്ട് ഈ മുകളിൽ പിന്നെയും ഡ്രസ്സ് അടിക്കേണ്ടാത്ത വീടുകളുണ്ടാകും. അത് നെസസറിലി റൂഫ് വേണമെന്നല്ല പറഞ്ഞത്, റൂഫില്ലാണ്ട് നമുക്ക് ചെയ്യാം. അതിന് വേറെ ടെക്നിക്സ് ഉണ്ട്, ഫ്ലാറ്റായിട്ടും ചെയ്യാം. പക്ഷേ അതിന് ഹിഡൻ ആയിട്ടുള്ള റൂഫ് സിസ്റ്റംസ് വേണം, റെയിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഡീറ്റെയിലിംഗ് വേണം, ഡീറ്റെയിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ഇവോൾവ് ചെയ്ത് വരേണ്ട ഒരു ആർക്കിടെക്ചറാണ്. അത്ര ആർക്കിടെക്ചർ ഇനിയും കേരളത്തിൽ വരാനുണ്ട്. ഇപ്പോൾ എങ്ങായിട്ടുള്ള ഒരുപാട് നല്ല ആർക്കിടെക്ചർ, നല്ല പ്രോജക്ട്സ് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അതിനി ഇവോൾവ് ചെയ്ത് അതിലേക്ക് നമ്മൾ എത്താനുണ്ട്. ആ നല്ല ഒരു മോഡേൺ ട്രഡീഷണൽ റീജിയണൽ ഓറിയന്റഡ് കേരള ആർക്കിടെക്ചർ, അതാണ് കേരളത്തിന് ശരിക്കും ഇനി വരേണ്ടത്. ഇപ്പോൾ പോകുന്ന ട്രെൻഡ് ഏതാ കേരളത്തിൽ ആർക്കിടെക്ട് മേഖലയിൽ? ഇപ്പോൾ കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു മോഡേൺ ട്രഡീഷണൽ ഹൗസസ് ആണ് എല്ലാവരും ചെയ്യുന്നത്. എല്ലാവരും പല പേരിൽ വിളിക്കുന്നു, പക്ഷേ യഥാർത്ഥത്തിൽ അതിൻ്റെ പേരെന്ന് പറയുന്നത് മോഡേൺ ട്രഡീഷണൽ ആയിട്ടുള്ള ഹൗസാണ് കൂടുതൽ ചെയ്യുന്നത്. പിന്നെ കണ്ടംപററി വീടുകൾ ആൾക്കാർ ചെയ്യുന്നുണ്ട്. കണ്ടംപററി വീടുകൾ നേരത്തെ ചെയ്യുന്ന വീടുകൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അത് പരിഹരിച്ച് പഠിച്ച് മനസ്സിലാക്കി കറക്റ്റായിട്ടുള്ള വർക്കുകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ പലപ്പോഴും വീട് പണി കഴിയുമ്പോഴേ ആളുകൾ ഈ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ആളുകൾ സഫർ ചെയ്യുന്നൊരു മേഖലയാണ് വീടിൻ്റെ വിള്ളലും വീടിൻ്റെ ചോർച്ചയും. ഇതിന് നമുക്ക് ഡ്രോയിങ്സ് ചെയ്യുമ്പോൾ തന്നെ ഇത് ഫ്യൂച്ചർ വരാതിരിക്കാൻ എന്ത് ചെയ്യാമെന്നുള്ളൊരു സൊല്യൂഷൻ ഉണ്ടോ? വിള്ളലും ചോർച്ചയും 2 കാര്യമാണ്. വിള്ളൽ ഞാൻ നേരത്തെ പറഞ്ഞു, അത് മോസ്റ്റ്ലി ബേസ്ഡ് ഓൺ ഫൗണ്ടേഷൻ ഡിസൈനാണ്. നമ്മുടെ ഫൗണ്ടേഷൻ ഡിസൈൻ കറക്റ്റ് ആണോ എന്ന് നമ്മൾ കൃത്യമായിട്ടുള്ളൊരു എഞ്ചിനീയറെ കൊണ്ട് ക്രോസ് ചെക്ക് ചെയ്യണം. നമ്മളിപ്പോൾ ഒരു കോൺട്രാക്ടറിൻ്റെ അടുത്താണെന്ന് അഭിപ്രായം എടുത്താൽ പോലും ലേണഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ഡിസൈനറുടെ അടുത്ത് തന്നെ അതിൻ്റെ സോയിൽ ടെസ്റ്റിംഗ് എന്ന് പറയും. സോയിൽ ടെസ്റ്റ് നോക്കാം. അതായത് സോയിലിൻ്റെ ക്രോസ് സെക്ഷൻ എടുത്തിട്ട് ഓരോ സോയിലും എന്താണെന്നുള്ള പഠിച്ചിട്ടുള്ള ടെസ്റ്റിംഗ് ആണ് സോയിൽ ടെസ്റ്റ്. അതെടുത്തിട്ട് സ്ട്രക്ചർ ഡിസൈനറോട് തന്നെ അഭിപ്രായം ചോദിച്ചിട്ട് വേണം അതിൻ്റെ ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യാനായിട്ട്. എന്നാലാണ് സെറ്റിൽമെൻറ്റ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമത് നമ്മൾ ഈ പറയുന്ന പോലെ താഴത്തെ ഫ്ലോറിലും സ്ലാബ് ചെയ്യേണ്ട ആവശ്യകതയുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ടുള്ള ഡാം പ്രൂഫ് കോഴ്സ് താഴെ ചെയ്തിട്ടുണ്ടാവണം. ഇല്ലെങ്കിലാണ് വെള്ളം താഴെ നിന്ന് മുകളിലേക്ക് കയറുന്ന അതുണ്ടാവണം. ഈ ചോർച്ച എന്ന് പറയുന്നത് ഒരു വർക്ക്മാൻഷിപ്പിൻ്റെ പ്രശ്നമാണ്. അതായത് സെറ്റിൽമെൻറ്റ് കൊണ്ട് ചോർച്ച ഉണ്ടാവും, എന്നാലും അല്ലെങ്കിൽ ഉണ്ടാകുന്നത് വർക്ക്മാൻഷിപ്പിൻ്റെ പ്രോബ്ലമാണ്. അതായത് നമ്മളിപ്പോൾ മുകളിലെ സ്ലാബ് വാർക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ക്യൂറിങ് കറക്റ്റ് ആവാതിരിക്കുക, അതിൻ്റെ റീൻഫോഴ്സ്മെൻറ്റ് ഇടുന്നതിൻ്റെ അത് തെറ്റുകളുണ്ടാവുക, അതിൻ്റെ കോൺക്രീറ്റ് മിക്സിങ് കറക്റ്റ് ആവാതിരിക്കുക, അങ്ങനെയുള്ള കൺസ്ട്രക്ഷൻ്റെ അകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്നതാണ് ചോർച്ച ഉണ്ടാകുന്നത്. അപ്പോൾ അത് വർക്ക്മാൻഷിപ്പ് ക്വാളിറ്റി സൂപ്പർവിഷൻ കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഒരു കോൺട്രാക്ടറെ കൊണ്ടാണ് ചെയ്യിക്കുന്നതെങ്കിൽ പോലും ഒരു തേർഡ് പാർട്ടി സൂപ്പർവിഷൻ തന്നെ ഉണ്ടായിരിക്കണം അത്തരം കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഈ വിള്ളലും ചോർച്ചയും കാര്യങ്ങൾ, കാരണം ഇപ്പോൾ പല ആൾക്കാരും ചോർച്ച ഉണ്ടാകുന്നു, ചോർച്ചയുടെ മുകളിൽ പെയിന്റ് അടിക്കുന്നു, വൈറ്റ് സിമെന്റ് ഇടുന്നു, അതിന് വേണ്ടിയുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നു, എന്നിട്ടും ഈ ചോർച്ച മാറാത്ത അവസ്ഥയിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഈ കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും സബ്ജക്റ്റഡ് ടു വെതറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെപ്പോഴും എക്സ്പാൻഡിങ് കോൺട്രാക്റ്റിംഗ് ഉണ്ട്, അതിന് ക്രാക്സ് ഫോം ചെയ്യാനുള്ള ചാൻസ് എപ്പോഴും ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ കോൺക്രീറ്റ് റൂഫ് ഉണ്ടാക്കിയാലും അതിനെ നമ്മൾ ഈ സണ്ണിൽ നിന്നും വെതറിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ ഇത് കൊടുത്തിട്ടുണ്ടാകും.
ഒന്നെങ്കിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള വാട്ടർ റൂഫിംഗ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ വേറൊരു അഡീഷണൽ റൂഫിംഗ് അതിൻ്റെ മുകളിൽ ഉണ്ടായിരിക്കണം. അതിനെ പ്രൊട്ടക്ട് ചെയ്താലാണ് നമ്മുടെ ക്ലൈമറ്റിൽ അത് ദീർഘകാലത്തേക്ക് സസ്റ്റൈനബിൾ ആയിട്ടിരിക്കും. അതാണ് ഒരു ഒറ്റ വാക്കിൽ ചോദിച്ചാണ് മറുപടി പറയാൻ. കേരളത്തിന്റെ ഒരു ആർക്കിടെക്ട് മേഖലയിൽ അടുത്ത 5 വർഷം കൊണ്ട് വരാൻ പോകുന്ന ഒരു മാറ്റം എന്തായിരിക്കും എന്നാണ് സച്ചിൻ വിശ്വസിക്കുന്നത്? ഞാൻ വിശ്വസിക്കുന്ന കാര്യം വെച്ചാൽ ഇപ്പം AI ഡിസൈനിൽ ഭയങ്കര വലിയൊരു ചേഞ്ച് കൊണ്ടുവന്നു റോളാണ് അതിനകത്ത്. നമ്മുടെ ഡിസൈൻ്റെ അകത്ത് നമ്മൾ AI എത്രമാത്രം അതിന് സാങ്കേതികവിദ്യ നമ്മൾ എത്രമാത്രം ഉപയോഗിക്കുന്നു എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 3-4 ഇയേഴ്സ് കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ ഇൻറ്റീരിയർ ഡിസൈനൊക്കെ ക്ലയൻസിന് നേരിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ US പോയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ട്സ് ഒരു എഞ്ചിനീയേഴ്സ് മീറ്റ് ചെയ്യുന്നു. അവർ പറഞ്ഞതെന്ന് വെച്ചാൽ 2-3 ഇയേഴ്സിനുള്ളിൽ തന്നെ നമുക്കൊരു വോയിസ് നോട്ട് കൊടുത്താൽ കംപ്ലീറ്റ് ഡിസൈൻ വരും. അല്ല, ഇപ്പോഴും ഈ ChatGPT, Gemini പോലത്തെ പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ വീടിന്റെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തിട്ട് എനിക്ക് ഈ വീടിന്റെ രീതിയിലേക്ക് മാറ്റണം തിരിച്ചിങ്ങോട്ടേക്ക് ആ ഒരു ഫോട്ടോ വരും. അതിന്റെ ആക്യുറസി ഇപ്പോഴും കറക്റ്റ് ആയിട്ടില്ല, പക്ഷേ 2-3 ഇയേഴ്സിനുണ്ടെങ്കിൽ അത് ഹെവിലി ആക്യുറേറ്റ് ആവും. എന്നുവെച്ചാൽ നമ്മുടെ റിക്വയർമെന്റ്സ് കൃത്യമായിട്ടൊരു വോയിസ് നോട്ട് ടൈപ്പ് ചെയ്യേണ്ട പോലെ ആവശ്യമില്ല, കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് തന്നെ വരും. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് അതിന് ഹ്യൂമൻ ടച്ച് ഉണ്ടാവത്തില്ല. ക്രിയേറ്റീവ് ഹ്യൂമൻ ടച്ച് ഉണ്ടാകുമ്പോഴാണ് ഇമോഷണൽ പാർട്ട് കറക്റ്റ് ആവുന്നത്. അപ്പോൾ അതുണ്ടാവും. പക്ഷേ ഈ AI യൂസ് ചെയ്തിട്ടുള്ള ഡിസൈൻസ് അത്രയും വന്നു കഴിയുമ്പോൾ ഇതിന് ടെക്നോളജിക്ക് വലിയൊരു റോൾ വരും ഡിസൈൻ്റെ അകത്തും ഈ യൂസിൻ്റെ അകത്തും. ഫോർ എക്സാമ്പിൾ, വീടുകൾ കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് ആവും. അതൊക്കെ മൊബൈലിലൂടെ വീട് പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാം. ഇപ്പോൾ ഓൾറെഡി ഉണ്ട് അത്, പക്ഷേ ഇനി അത് വളരെ അഡ്വാൻസ് ഫോമിലേക്ക് വരും. നമുക്ക് മൊബൈൽ ഉപയോഗിച്ച് വീട്ടിലെ ലൈറ്റിങ്ങോ എയർ കണ്ടീഷനിങ്ങോ അല്ലെങ്കിൽ വീട് മൂവ് ചെയ്യാൻ പറ്റും. വീട് തന്നെ മൂവ് ചെയ്യാൻ പറ്റും. ഞാനത് ഒരു 10 വർഷം മുമ്പ് ആലോചിച്ചിട്ടുള്ള ഐഡിയ അത്. ഇപ്പം ഇനി അത് വളരെ പ്രാക്ടിക്കലായിട്ട് വരും. അതായത് നമ്മുടെ ഫൗണ്ടേഷൻ തന്നെ നമ്മൾ ട്രാക്കുകളൊക്കെ ഉപയോഗിച്ച് വീട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊബൈലിൽ കുത്തി കഴിഞ്ഞാൽ ഇന്ന് വീട് പിടിക്കുന്ന നാളെ അപ്പുറത്തിരിക്കും. അങ്ങനെയുള്ള ഭയങ്കര ടെക്നോളജി ഡ്രിവൻ ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഓട്ടോമേറ്റഡ് ഹൗസസിലേക്ക് വരും വീടുകൾ. അതാണ് എൻ്റെ ഒരു. മലയാളികൾ മാത്രമാണോ ക്ലയൻസ് ആയിട്ടുള്ളൂ? അല്ല, ഞങ്ങൾ ഇപ്പോൾ തമിഴ്നാട്ടിൽ ചെയ്യുന്നുണ്ട്, ഞങ്ങൾ UK ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്, UAE ചെയ്യുന്നുണ്ട്, പല സ്ഥലത്തും ചെയ്യുന്നുണ്ട് വീടുകളിലൂടെ. നമ്പേഴ്സിലല്ല, പക്ഷേ ക്വാളിറ്റി പ്രൊജക്ട്സ് ഒരുപാട് ചെയ്യുന്നുണ്ട്, പുറത്തും ചെയ്യുന്നു. എന്താണ് ഇനി ആർക്കിമെട്രിക്സിന്റെ ഫ്യൂച്ചർ? ആർക്കിമെട്രിക്സിന്റെ ഫ്യൂച്ചർ നമ്മൾ ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് എന്നുള്ള വിശ്വാസം അനുസരിച്ച് ഇനിയും നല്ല പ്രൊജക്ട്സ് ചെയ്യണമെന്നുണ്ട്. ഇതുവരെ ഇപ്പം എനിക്കൊരു അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ തന്നെ ചെയ്യാനുള്ള ക്ലയൻസ് ഇനി ഞാൻ എക്സ്പെക്ട് ചെയ്യും. ഇനിയും അത്രയും ഫ്രീഡം തരുന്ന, നമ്മളെ ആർക്കിടെക്ചറിനെ മനസ്സിലാക്കുന്ന കുറച്ചുകൂടെ നല്ല ക്ലയൻസിനെ. ഇപ്പോഴത്തെ ക്ലയൻസ് മോശമെന്നല്ല, എന്നാൽ പോലും സാഹചര്യങ്ങൾ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്ത് വന്ന് കുറച്ചുകൂടെ നല്ല പ്രൊജക്ട്സ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് എൻ്റെ എക്സ്പെക്റ്റേഷൻ. എൻ്റെ കരിയറിൻ്റെ ഒരു പ്രൈം ഫേസാണ് ഇനി വരാനിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഓറിയൻറ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടെ നല്ല ഒരു കോൺട്രിബ്യൂഷൻ സൊസൈറ്റിയും കൊടുക്കാൻ പറ്റണം, ഒരു മെസ്സേജ് കൊടുക്കാൻ പറ്റണം. അതായത് ആർക്കിടെക്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഇന്ന രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്, കുറച്ചുകൂടെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ ഇത് പ്ലേസ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ നമുക്ക് ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന, നമ്മുടെ എൻവയോൺമെൻറ്റുമായിട്ട് ചേർന്ന് നേച്ചറുമായിട്ട് അതിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന സസ്റ്റൈനബിൾ ലിവിങ് കൊണ്ടുവരുന്ന നല്ല ആർക്കിടെക്ചർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ മലയാളികളുടെ മൈൻഡ് ഒത്തിരി മാറില്ല. ഇപ്പൊ പണ്ടാണെങ്കിൽ കൊച്ചിയിൽ ഒരു ഫ്ലാറ്റ് എന്ന് പറയുമ്പോൾ ആ വീടിന് ഒരു ഫ്ലാറ്റ് ഒരു കെട്ടിടം മാത്രമാണ്. പക്ഷെ ഇന്ന് കൊച്ചിയിൽ നിറയെ ഇലയും മരവും, പറഞ്ഞാല് കപ്പളങ്ങ വരെയുള്ള, നമ്മുടെ നാട്ടിൽ പറയും, നാട്ടിൽ പറയും കപ്പളം, ഇവിടെ പലരും പല ഭാഷയായിരിക്കും പറയുന്നത്. അങ്ങനെ വരെ ഉള്ള വില്ലകള്, ഫ്ലാറ്റുകൾ, അപ്പാർട്ട്മെന്റ്സ് ഭയങ്കര വലിയ ട്രെൻഡായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു മോഡൽ പണിയുമ്പോൾ അതിൽ നമ്മൾ സോയിലുണ്ട്, വെള്ളമുണ്ട്, അത് നനയ്ക്കുന്നുണ്ട്. ഇതിന്റെ ഒരു ലോങ് ലാസ്റ്റിംഗ് ഈ ചെടികൾ വളർത്തുന്നതുകൊണ്ട് ബാധിക്കുന്നുണ്ടോ? അത് ചെടി ഇപ്പോൾ നമ്മളിപ്പോൾ ജപ്പാനിലൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ മിയോക്കി എന്നൊക്കെ പറഞ്ഞ കൺസെപ്റ്റ്സ് ഉണ്ടാകും. എന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ലാൻഡ് മേടിച്ചാലും ഹെവി ആയിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്യാണ്ട് വീട് അതിൻ്റെ മുകളിൽ നിർത്താം. ചില ഗ്രൗണ്ട് ഫ്ലോറിലൊന്നും ഉണ്ടാവത്തില്ല. ഗ്രൗണ്ട് ഫ്ലോറിൽ പില്ലേഴ്സ് മാത്രം ഉണ്ടാവും, താഴെ മൊത്തം ലാൻഡ്സ്കേപ്പ് ആയിരിക്കും, വീട് മുകളിലിരിക്കും, എൻ്റെ മുകളിൽ താമസിക്കും. ലാൻഡ്സ്കേപ്പിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കും സിറ്റിക്കകത്ത് തന്നെ. സിംഗപ്പൂർ അങ്ങനത്തെ രാജ്യമാണ്, ഭയങ്കര ലാൻഡ്സ്കേപ്പ് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ലാൻഡ്സ്കേപ്പ് നമ്മൾ ഈ സസ്റ്റൈനബിൾ ആക്കുക എന്നുള്ള കൺസെപ്റ്റ് വെച്ചാൽ നമ്മുടെ ക്ലൈമറ്റിന് ഉതകുന്ന ചെടികൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമ്മൾ വളരെ ഫ്ലവറി ആയിട്ടുള്ള സാധനം നമ്മൾ യൂസ് ചെയ്യുന്നെങ്കിൽ അത് ഡിഫിക്കൽട്ടാണ് നമ്മുടെ ക്ലൈമറ്റ് നിൽക്കാനായിട്ട്. കാരണം ഇത്ര ഹെവി റെയിനും ഹെവി സണ്ണും വരുമ്പോഴത്തേക്കും. അപ്പോൾ അതിന് കുറച്ചുകൂടെ ലൈറ്റർ ആയിട്ടുള്ള കോൾഡർ ക്ലൈമറ്റ്സ് ആണ്. ഊട്ടി അങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് അത്തരം പ്ലാന്റ്സ് കൂടുതൽ വരുന്നത്. അപ്പോൾ നമ്മൾ വളരെ ഗ്രീൻ ട്രോപ്പിക്കൽ പ്ലാന്റ്സിന് ഏത് ക്ലൈമറ്റും സർവൈവ് ചെയ്യും. നിങ്ങൾ വളരെ ഗ്രീനി ആയിട്ടുള്ള ട്രോപ്പിക്കൽ പ്ലാന്റ്സ് ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അത് ചുമ്മാ നിന്നോളും. ഇപ്പം നമ്മുടെ പഴയ വീടുകളിൽ നമ്മൾ പറഞ്ഞു പോയാൽ ഇതെല്ലാം കാണാൻ പറ്റുന്നില്ല. ശരി. അപ്പോൾ അതേപോലെ തന്നെ അതിൻ്റെ ഒരു ഓർഗനൈസ്ഡ്, ആ സെലക്ഷൻ ഓഫ് പ്ലാന്റ്സ് തന്നെ ഓർഗനൈസ്ഡ് ആയിട്ട് നമ്മുടെ പുതിയ സിറ്റിക്കകത്ത് പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ ലാൻഡ്സ്കേപ്പ് കിട്ടും. ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന വീടുകളെല്ലാം ഞങ്ങൾ വലിയ വിൻഡോസാണ് യൂസ് ചെയ്യുന്നത്, ഭയങ്കര വലിയ വിൻഡോസാണ്. അപ്പോൾ വീടിൻ്റെ അകത്തിരുന്നാൽ പോലും നമുക്ക് ഈ റെയിനൊക്കെ ഫീൽ ചെയ്യാം, നമുക്ക് ഈ ലാൻഡ്സ്കേപ്പ് എല്ലാം കാണാം. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ ഒരു റിസോർട്ടി കൈൻഡ് ഓഫ്
ഒരു പീസ്ഫുൾ സ്ട്രെസ് ഫ്രീ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ വീടുകളോട് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ സ്പാർക്കിന്റെ ഹോട്ട് സിറ്റി വരുന്ന എല്ലാവരും ചോദിക്കുന്ന ലാസ്റ്റ് ചോദ്യമുണ്ട്. ലൈഫിൽ ഒരുപാട് സെറ്റ് ബാക്കുകൾ ഉണ്ടായിട്ടുണ്ട്. കരിയർ തുടങ്ങിയപ്പോൾ തന്നെ വലിയൊരു അച്ചീവ്മെന്റ് ലൈഫിൽ കിട്ടി. ഒരു 1 CR പ്രൊജക്റ്റ് 50 കോടി പ്രൊജക്റ്റായിട്ട് മാറ്റി. അതിനുശേഷം ആ മേഖലയിൽ തന്നെ മറ്റ് 4 ഹോസ്പിറ്റൽസ് ചെയ്തു. പക്ഷേ അത് വലിയൊരു എന്താ പറയുക, അതിൻ്റെ വിജയം ആഘോഷിക്കാനോ ആസ്വദിക്കാനോ സാധിക്കാതെ തിരിച്ചടികൾ മാത്രം ഉണ്ടായൊരു വ്യക്തിയാണ്. പക്ഷെ ഇന്ന് ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുന്ന ആർക്കിമെട്രിക്സ് എന്ന് പറയുന്ന ലോകം മുഴുവൻ പ്രൊജക്റ്റുള്ള ഒരു സ്ഥാപനത്തിന്റെ സാരഥി കൂടിയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ ലൈഫിലെ ഏറ്റവും വലിയ പ്രൗഡ് മൊമെന്റ് എന്തായിരിക്കും? നല്ലൊരു പ്രൗഡ് മൊമെന്റ് ഇനി കാത്തിരിക്കുന്നു. അപ്പോൾ എനിക്ക് ക്രിയേറ്റീവ് പീപ്പിൾ എല്ലാവരും ഇനി അടുത്തെന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഒറ്റ നോക്കുന്നവരാണ്, ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. പക്ഷെ ഇതുവരെ നമ്മളങ്ങനെ ഒരു ചിന്തിച്ച് കണക്കെടുത്ത് കഴിഞ്ഞാൽ, അപ്പോൾ ഞങ്ങളിപ്പം ഈ ട്രിവാൻഡ്രം എത്തുന്നതിന് മുമ്പ് മാമം എന്നൊരു സ്ഥലത്ത് ഞങ്ങൾ ബൈപ്പാസിൻ്റെ സൈഡിൽ തന്നെ ഒരു 300 ബെഡ് ഹോസ്പിറ്റൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതിൻ്റെ ഒരു സോഫ്റ്റ് ലോഞ്ച് ആയിട്ടുള്ളൂ, അതിൻ്റെ ഫുൾ സ്വിങ്ങിൽ അത് ഓപ്പൺ ആയിട്ടില്ല. അത് ഡോക്ടർ യൂസഫ് നാസർ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റായിരുന്നു. അത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി ഞങ്ങൾ ഓപ്പൺ ചെയ്യാൻ നിൽക്കുവാണ്. അപ്പോൾ ആ പ്രൊജക്റ്റ് ഈ സോഫ്റ്റ് ഓപ്പണിങ് ചെയ്യുമ്പോഴാണ് ഞാൻ വലിയ റിയലൈസേഷൻ എത്തിയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുമ്പും ഹോസ്പിറ്റലുകൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒന്നും ഇനാഗ്രേഷൻ എനിക്ക് പറ്റിയിട്ടില്ല. പക്ഷെ ഇത് നമുക്കത് ഇത്രയും വലിയ ഹോസ്പിറ്റൽ ബൈപ്പാസിൻ്റെ സൈഡിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റി. ഇത്ര യങ് ഏജിൽ തന്നെ ഓൾമോസ്റ്റ് 300 ബെഡ് ഉണ്ട്, എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് അതിനകത്ത്. ഭയങ്കര ഒരു സെൻറ്റർ ഓഫ് എക്സലൻസ് ഫോർ സർജറി അത് ഹാർട്ടിൻ്റെ. അപ്പം അങ്ങനെ ഒരു ഹോസ്പിറ്റൽ നമുക്ക് നമ്മുടെ നാടിന് മുമ്പിൽ വെക്കാൻ പറ്റി. അത് ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ഇത് വെച്ച് നോക്കുവാണെങ്കിൽ ഏറ്റവും ടോപ്പ് ഹോസ്പിറ്റൽസിന് തന്നെ കോമ്പീറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഫെസിലിറ്റി അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഈവൻ അബ്രോഡുള്ള ആൾക്കാർക്ക് അതിന് താമസിക്കാനൊക്കെ പറ്റും. അങ്ങനെ ഭയങ്കര ഇൻ്റർനാഷണൽ ഹോസ്പിറ്റലാണ്. അപ്പം അത് ഒരു 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 മൈൽ സ്റ്റോൺ ആയിട്ട് ഞാൻ കാണുന്നു. ഇനി അത്തരം പ്രോജക്ട്സ് ഇനിയും ചെയ്യണം. അതൊരു ഫീലല്ലേ, ലൈക്ക് നമ്മൾ ഇറങ്ങി വന്നെടുത്തുനിന്ന് അല്ലെങ്കിൽ നമ്മൾ തോറ്റുപോയി എന്ന് സമൂഹം പറഞ്ഞെടുത്ത് തന്നെ നമുക്ക് പ്രൂവ് ചെയ്ത് തെളിയിച്ച് കാണിക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു ഫീലാണല്ലേ. ഇതിനകത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ ചില സിറ്റുവേഷനിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകും. അവിടെയാണ് ഇതിൻ്റെ ഒരു പ്രോബ്ലം കിടക്കുന്നത്. നമുക്ക് സഹായിക്കാൻ ആരുമില്ല. എൻ്റെ കേസിൽ എനിക്ക് ഫാദർ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. എനിക്കൊരു ഒരു പില്ലറായിട്ട് എനിക്കൊരു മെൻ്റൽ സപ്പോർട്ട് തരാനായിട്ട്. അപ്പോൾ ആ സിറ്റുവേഷൻ്റെ അകത്ത് നമുക്ക് ഇത്തരം കാര്യങ്ങൾ ഒരു പരിചയമില്ല. നമുക്ക് ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വേറെ ആൾക്കാർ പോലും നേരിട്ട് കേട്ടിട്ടില്ല ഇത്തരം പ്രശ്നങ്ങൾ. നമുക്ക് അഡ്വൈസ് ചോദിക്കാനും ആരുമില്ല, ചെറിയ പ്രായം, അത്ര നമുക്ക് എക്സ്പീരിയൻസും ഇല്ല, ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ ആ സിറ്റുവേഷനെ ക്രോസ് ചെയ്യുക എന്നുള്ള ടഫറാണ്. ഇപ്പം ഞാനിത് പറയുമ്പോൾ മറ്റൊരാൾക്ക് ഇനിയിപ്പോൾ അറ്റ്ലീസ്റ്റ് ഇത് കേട്ടിട്ട് ഒക്കെ ഇങ്ങനെ ചെയ്ത് പോകാൻ പറ്റുമെന്ന് ചിന്തിക്കാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ കടന്നു വരിക എന്നുള്ളത് നമ്മുടെ ഒരു വിൽ പവറും ഈ പറയുന്ന പോലെ നമ്മൾ സെൽഫ് ആയിട്ടുള്ളൊരു റെസ്പെക്റ്റും സെൽഫ് ബിലീഫാണ് അതിൻ്റെ അകത്ത് ഒരു ഫാക്ടർ. ഈ കേസ് വാദിച്ച് ജയിക്കാൻ വേണ്ടി എത്ര നാൾ പ്രാക്ടീസ് നിർത്തിവെച്ച് LLB പഠിച്ചു? അത് ഞാൻ ഓൾമോസ്റ്റ് 2 ഇയേഴ്സോളം എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല, ഒന്നും ഡിസൈൻ ചെയ്യാൻ പറ്റില്ല. 2 ഇയേഴ്സോളം കേസ് നിയമങ്ങൾ മാത്രം വായിക്കും. ടാക്സിൻ്റെയും ഈ ലീഗലായിട്ടുള്ള ആർക്കിടെക്ചർ റിലേറ്റഡ് ആയിട്ടുള്ള അഗ്രിമെൻ്റല്ലേ ഇത് വായിക്കണം. അതിനകത്ത് ഇപ്പോൾ ഇത്രയും ചോദിച്ചതെനിക്ക് പറയുകയാണ്, അതിനകത്ത് ഒരു സിറ്റുവേഷൻ ഉണ്ടായി. കോടതിയിൽ ഇങ്ങനെ വക്കീൽ വാദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പോയിന്റ്സ് കൃത്യം പറയാൻ പറ്റുന്നില്ല, അദ്ദേഹത്തിന് ഓർമ്മ കിട്ടുന്നില്ല നമ്മൾ എന്താ പറയേണ്ടതെന്നുള്ളത്. ആ സമയത്ത് കേസ് ഞാൻ എന്തായാലും ജയിക്കേണ്ട കേസാണ്, അത് നമ്മൾ തോക്കുന്ന ഒരു ഡയറക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ അന്തപ്പെട്ടിരിക്കും ഇതെന്ത് സംഭവിക്കണമെന്നുള്ളത്. ആ ഭാഗ്യത്തിന് ആ സമയത്ത് ജഡ്ജി ഒരു ബ്രേക്ക് വിളിച്ചു, നമുക്ക് ടീ ബ്രേക്ക് ഇടുന്നു. ആ ബ്രേക്കിന്റെ ഇടയിൽ ഞാൻ ഓടിപ്പോയി, ഇങ്ങനെ ഒരു പോയിന്റ് ഉണ്ട്, ഇങ്ങനെ ഒരു നമുക്കിതിന് മുമ്പ് ഒരു വിധി ഇതിന് പോസിറ്റീവായിട്ട് കിട്ടിയിട്ടുണ്ട്, അത് സാറ് പറയണം. ആ വിധി രണ്ടാമതെടുത്ത് പറയുമ്പോഴാണ് കേസ് നമ്മൾ വിജയിക്കുന്നതും ആ കേസിന് ഞാൻ മാറുന്നത്. അങ്ങനത്തെ സിനിമയെ കാണുന്ന പോലത്തെ സിറ്റുവേഷൻ ഒക്കെ ലൈഫിലുണ്ടായി. പഠിച്ച് അങ്ങനെയൊക്കെ കോടതി വെച്ച് ക്ലിയർ ചെയ്ത് വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രൂവ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഫീലിങ്സ് എന്തായിരുന്നു? തെറ്റുകാരനല്ലാതെ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞപ്പോൾ അല്ല, എനിക്ക് ഇനി പ്രാക്ടീസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ജനുവനായിട്ട്. കാരണം എൻ്റെ കഴിവ് നമുക്ക് പ്രൂവ് ചെയ്യണമല്ലോ. പ്രൂവ് മീൻസ് അറ്റ്ലീസ്റ്റ് പുതിയ സ്ട്രക്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യണമല്ലോ. അവിടെ തീരേണ്ടതല്ലോ, ഇനി പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ളതല്ലേ. നമുക്ക് ഇത്രയും പഠിത്തമുണ്ട്, അറിവുണ്ട്, കഴിവുണ്ട്. അത് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ തീർന്നു പോകരുത്. ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റണം. സ്കെയിലിട്ടാണല്ലോ ഉദ്ദേശിച്ചത്. ഒരു വീടാണെങ്കിലും ചെയ്ത് ക്ലിയർ ചെയ്ത് നിർത്തണം എന്നുള്ള ഒരു ആഗ്രഹം അന്നുകൊണ്ട് ഇന്നുമുണ്ട്. വീണ്ടും ട്രൈ ചെയ്യണം എന്നുള്ളത്. അപ്പം ആ ഒരു ഇൻസ്പിറേഷനാണ് മുമ്പോട്ട് ഇങ്ങനെ നയിക്കുന്നത്. ഒന്നുമില്ലായ്മയിലേക്ക് പോയിട്ടുണ്ടോ? ഒന്നുമില്ലായ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ തന്നെ ഒരു പോർഷൻ വിറ്റ് കളയേണ്ട സിറ്റുവേഷൻ വന്നു. അതായിരുന്നു ഏറ്റവും ടഫർ സിറ്റുവേഷൻ. നമ്മൾ താമസിക്കുന്ന അകല വീടല്ലേ ഉള്ളൂ. അപ്പം അതിൻ്റെ ബാക്കിലുള്ള സ്ഥലം വിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു. അതൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനായിരുന്നു. പിന്നെ കാറുണ്ടായിരുന്നു, കാറ് പകുതി ഇടിച്ചു പൊളിച്ചു പോയി. അപ്പം അത് നന്നാക്കാനൊന്നും പൈസ ഇല്ലാണ്ട് വന്നു. അങ്ങനെയുള്ള സിറ്റുവേഷൻ വന്നപ്പോഴാണ് പതറിപ്പോയത്. പക്ഷെ പൈസ എപ്പോഴും വീണ്ടും ഉണ്ടാക്കാമെന്ന കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പണം നമുക്ക് ഉണ്ടാക്കാവുന്നതാണല്ലോ.
പണം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ട് നമുക്ക് എല്ലാം നഷ്ടപ്പെട്ടെന്ന് പറയാൻ പറ്റില്ല. പണത്തിലാണോ കഴിവിലാണോ വിശ്വസിക്കുന്നത്? തീർച്ചയായിട്ടും കഴിവിലാണ് 100%. കഴിവുണ്ടെങ്കിൽ എപ്പോഴും പണം ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും പണം ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. നമുക്ക് നല്ല ഹെൽത്ത് ഉണ്ടായിരിക്കണം, നമുക്ക് നല്ല ടാലൻറ്റ് നമ്മളെപ്പോഴും ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം, നമ്മുടെ അറിവ് നമ്മൾ മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കണം. നമുക്ക് എപ്പോഴും വീണ്ടും വീണ്ടും പണം ഉണ്ടാക്കാൻ പറ്റും. പണം ഒരിക്കലും പ്രൈമറി വിഷനായിരുന്നില്ല. അതിപ്പം ഈ പ്ലാറ്റ്ഫോമിൽ ബിസിനസ്സുകാരെല്ലാം അങ്ങനെയല്ല പറയുന്നത്. പക്ഷെ ഞാൻ ബിസിനസ്സുകാരനായിട്ട് എന്നെ കാണുന്നില്ല. ഞാനൊരു ആർട്ടിസ്റ്റിക് മൈൻഡുള്ള ഒരാളാണ്. അപ്പോൾ എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു ക്രിയേറ്റീവ് ഒരു ഫിലോസഫി, ഒരു ലാംഗ്വേജ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് സൊസൈറ്റിക്ക് കോൺട്രിബ്യൂഷൻ കൊടുക്കുക, അതിലൂടെ പണം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിലൂടെ പണം ഉണ്ടാക്കുക, അതിലൂടെ നമ്മളൊരു വലിയ ടീമിനെ ഉണ്ടാക്കുക, ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ ഉണ്ടാക്കുക. അപ്പോൾ അതിനകത്ത് നമ്മൾ പല ചലഞ്ചസ് നേരിടും. ഇതൊക്കെ പറഞ്ഞാലും ചിലപ്പോൾ ക്ലയൻറ്റ്സ് നമ്മൾ പറയുന്ന പോലെ ചെയ്യില്ല. ചിലപ്പോൾ ഒരു ആർക്കിടെക്ചർ മാറ്റി ഉണ്ടാക്കും, നമുക്ക് അതിൻ്റെ ഒരുപാട് വേദന ഉണ്ടാക്കും. നമ്മൾ അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യും, കറക്റ്റ് ചെയ്യും, വീണ്ടും ചെയ്യും. ഇതൊക്കെ തന്നെ. അപ്പോൾ ഏത് ബിസിനസ്സിനാണെങ്കിലും നമുക്ക് വീണ്ടും ചെയ്യാനുള്ള മൈൻഡ് വേണം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം കഴിവിൽ മാത്രം വിശ്വസിച്ച ഒരാൾ കയറി വരിക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ചിലപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ തകർന്നു പോകുന്ന സിറ്റുവേഷനിലൂടെയാണ് സച്ചിൻ ഒരു കാലഘട്ടത്തിൽ തകർന്നു പോയിരിക്കുന്നത്. ചില ആൾക്കാർ ആ ഒരു കുഴിയിൽ നിന്ന് കയറി വരാൻ പറ്റാറില്ല. അങ്ങനെയുള്ളവരാണ് ജീവിതത്തിൽ തോറ്റു പോകുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും ഇതിനെക്കുറിച്ച് ആലോചിക്കാറുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ അനുഭവങ്ങൾ ഞാൻ ഒരു ബുക്കായിട്ട് അങ്ങനെ എഴുതി ഇത്ര ആൾക്കാർക്ക് പിന്നീട് ഒരു ഇൻസ്പിറേഷൻ പറയും. ഇത് വലിയൊരു കഥയെന്നുള്ളതല്ല, ചെറുതാണെങ്കിൽ പോലും എന്നെപ്പോലെ സഫർ ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾക്കൊരു പ്രതീക്ഷയാണല്ലോ. ഓക്കെ, ഇത്രയും സംഭവം ഉണ്ടായാൽ പോലും അതിൻ്റെ അകത്തുനിന്നും നമുക്ക് അതിനകത്ത് കയറി വരാൻ പറ്റും. നമുക്ക് അതിനകത്ത് ചെയ്യാനുള്ള ഒരു മനസ്സും ഒരു കഴിവുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് വീണ്ടും പുതിയ കാര്യങ്ങളിലേക്ക് എത്താൻ പറ്റും. നമ്മുടെ ഡോർസ് ഓപ്പൺ ആണെങ്കിലുണ്ടല്ലോ, ഏതെങ്കിലും ഒരു ടൈമിൽ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടും, നമ്മുടെ മുമ്പിൽ വരും. അപ്പോൾ ആ ഓപ്പർച്യൂണിറ്റി നമ്മൾ ഗ്രാബ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അന്ന് അത്രയും പ്രശ്നവും കാര്യത്തിൽ നിൽക്കുന്ന സമയത്താണ് മറ്റേ റെസിഡൻസ് ഡിസൈൻ ചെയ്യാൻ കിട്ടുന്നത്. അപ്പോൾ അത് നമ്മൾ ഫുൾ 2 കൈ കൊണ്ട് ഗ്രാബ് ചെയ്യുക, എന്നിട്ട് നമ്മൾ അതിനുവേണ്ടി പരമാവധി ശ്രമിക്കുക. ഞാൻ എൻ്റെ സംശയം ചോദിക്കട്ടെ, അന്ന് നിറപറയുടെ കർണൻ സാർ അവർക്ക് തന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ ഇങ്ങനെ വന്നിരിക്കാൻ സച്ചിൻ ഉണ്ടാവുമായിരുന്നു? ഉറപ്പായിട്ടുണ്ടാവും. ഉണ്ടാവും. എവിടെയെങ്കിലും ഞാൻ കയറി എവിടെയെങ്കിലും വരും. ഇപ്പോൾ നമ്മളപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ പാട്ട് പാടുന്ന ചിത്ര ചേച്ചിയില്ലേ, ചിത്ര ചേച്ചിയെക്കുറിച്ച് ഇതുപോലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ഈ പാട്ട് കിട്ടിയില്ലായിരുന്നെങ്കിൽ വേറെ പാട്ട് കിട്ടുമായിരുന്നു, വേറെ കയറി വരാൻ പറ്റുമായിരുന്നു. പക്ഷെ അവർ അത്രയും ടാലൻറ്റഡ് അല്ലേ. അപ്പോൾ അവർക്ക് വേറൊരാൾ വിളിച്ച് അവർക്ക് കൊടുക്കും. പക്ഷെ ഫസ്റ്റ് കൊടുക്കുന്ന ആളുടെ ഗോഡ് ഫാദറാണ് നമ്മുടെ, വേറെ കാര്യം. പക്ഷെ എന്നാൽ പോലും ടാലൻ്റുള്ള ആളെ ഒരിക്കലും നമുക്ക് ഇങ്ങനെ മാച്ച് കളയാൻ പറ്റത്തില്ല. ഞാൻ വിശ്വസിക്കുന്നു. അയാൾക്ക് ഇന്ന് കിട്ടിയില്ലെങ്കിൽ അടുത്ത ദിവസം അടുത്തൊരു ഓപ്പർച്യൂണിറ്റി കിട്ടും. ആ ഓപ്പർച്യൂണിറ്റിയോട് അയാളെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നുള്ളതാണ് റിയൽ മാറ്റർ. ഇപ്പോൾ നമ്മളിപ്പോൾ സിനിമയിൽ നോക്കുകയാണെങ്കിൽ മോഹൻലാലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ അദ്ദേഹം ഒരു പടം പരാജയപ്പെട്ടുകൊണ്ട് അങ്ങനെ ആളിൻ്റെ ടാലൻ്റ് ഇല്ലാണ്ടായി പോകുന്നു. ഇല്ല, അടുത്ത സിനിമ വിജയിച്ചു വരും. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും അടുത്ത ലാലേട്ടൻ ഹിറ്റിന് വേണ്ടിയിട്ട്. കാരണം അയാളുടെ ബോഡി ഓഫ് വർക്ക് ഉണ്ടല്ലോ. ഇപ്പോൾ കിരീടം പോലത്തെ സിനിമയൊക്കെ നേരത്തെ ചെയ്തു വെച്ചേക്കുമല്ലേ. അപ്പോൾ അങ്ങനെ സിനിമ വരുമ്പോഴത്തേക്ക് അയാളുടെ ബോഡി ഓഫ് വർക്ക് അവിടെ നിൽക്കുവാണ്, ആർട്ടിസ്റ്റിൻ്റെ ബോഡി ഓഫ് വർക്ക് അവിടെ നിൽക്കുക. അപ്പോൾ അടുത്ത പടം വരുമ്പോൾ അതുമായിട്ട് ജനം അസോസിയേറ്റ് സിനിമ ആണ്. ആർക്കിടെക്ചർ അങ്ങനെ തന്നെയാണ്. അപ്പം നമ്മളൊരു ക്രിയേഷൻ ചെയ്ത് ആ വീട് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ സൊസൈറ്റിയുടെ മുമ്പിൽ അങ്ങനെ ഒരു എക്സാമ്പിൾ നിൽക്കുക. അപ്പോൾ അടുത്ത വേറൊരു വർക്ക് കുറച്ച് ശരിയായില്ല, മാറിപ്പോയെങ്കിൽ പോലും നെക്സ്റ്റ് വർക്ക് ശരിയായി വരും. അപ്പോൾ ആ ഒരു ബോഡി ഓഫ് വർക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്രിയേറ്റീവ് ഫീൽഡിൽ. നമ്മളെ വർക്കിൻ്റെ അകത്ത് നമ്മൾ ഒരിക്കലും റിസൾട്ട്സിന് വേണ്ടി വർക്ക് ചെയ്യരുത്. അത് നമ്മളെ തളർത്തി കളയും. ഭഗവത്ഗീതയാണിത്. അത് എന്ന് വെച്ചാൽ നമ്മൾ റിസൾട്ട്സിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോഴത്തേക്കും റിസൾട്ട് നമ്മൾ ഉദ്ദേശിച്ച് നമ്മൾ അളന്നുകൊണ്ടിരിക്കുമല്ലോ, നമ്മളെപ്പോഴും അതിനെ മെഷർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ വീക്കെൻഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഓരോ വർക്ക് നമ്മൾ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. റിസൾട്ട്സ് തനിയെ വന്നോളും, മുകളിലാണ് താഴെയാണെങ്കിലും. അപ്പോൾ അങ്ങനെ ഇതെല്ലാം ഒരു ഫിലോസഫിയിലാണ് ചെയ്യുന്നത്. എന്നാലും നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഫിലോസഫിക്കലായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ആണത്. അല്ലെങ്കിൽ നമ്മൾ മാനസികമായിട്ട് തകർന്നു പോകും. നമ്മളിതെല്ലാം ചെയ്തു, അത് ഗവൺമെൻറ് വലിയ കാര്യമായിട്ട് ഗവൺമെൻറ് ക്രെഡിറ്റ് ആയിട്ട് ഉദ്ഘാടനം ചെയ്തു, നമ്മളതിനകത്ത് വിളിച്ചില്ല എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ഇനി ചെയ്യാൻ ചിലപ്പോൾ പ്രേരണ കിട്ടത്തില്ല. പക്ഷേ അതേ സമയത്ത് നമ്മൾ ചെയ്ത വർക്ക് ജനങ്ങൾക്ക് പ്രയോജനം ഉണ്ടായി. എൻ്റെ പേര് കിട്ടിയില്ല, ഓക്കെ, കുഴപ്പമില്ല. പക്ഷേ എത്രയോ സ്ത്രീകൾ അതിനകത്ത് പ്രസവിച്ചിട്ടുണ്ടാവും, സന്തോഷമായിട്ട് പോയിട്ടുണ്ടാവും. എത്രയോ പേർക്ക് അത് ഉപയോഗിക്കാൻ പറ്റി. അത് വലിയൊരു കാര്യമല്ലേ. എൻ്റെ പേര് വന്നില്ല, ഓക്കെ, സമ്മതിച്ചു, കുഴപ്പമില്ല, സൊസൈറ്റിയിൽ ഉണ്ടായില്ലേ. പക്ഷേ എനിക്ക് അത്രയും പ്രോസസ് പിന്നെ വന്നല്ലോ, പ്രൈവറ്റ് സെക്ടറിൽ വന്നല്ലോ, അത്രയും കാര്യം. അപ്പോൾ ഈ യാത്ര ഇനിയും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. ആർക്കിമെട്രിക്സ് എന്ന് പറഞ്ഞ സ്ഥാപനം ഒരു ഓൺട്രപ്രണർഷിപ്പ് എന്നതിനേക്കാൾ ഉപരി എനിക്ക് തോന്നുന്നു ഇപ്പം താങ്കളെ പോലെ തന്നെയുള്ള ഒരുപാട് പേരെ കഴിവിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നൊരു പ്രസ്ഥാനമാണ്. അപ്പോൾ ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ വളർച്ച ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്.
ഇനിയുള്ള വളർച്ചയിൽ ഞങ്ങളും കൂടെ ഉണ്ടാകും. അപ്പം നമ്മൾ തോറ്റുപോയെടുത്ത് തന്നെ തിരിച്ച് ജയിച്ച് നിൽക്കുക എന്ന് പറയുന്ന ഫീല് വല്ലാത്ത രസം. നമുക്ക് ഭയങ്കര ഹരമുള്ളൊരു ലഹരിയാണെന്നൊക്കെ പറയും. അപ്പം യാത്ര കണ്ടിന്യൂ ചെയ്യട്ടെ, ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. എല്ലാവിധ ആശംസകളും. ഈ ഇന്റർവ്യൂ വിളിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇത് ഞാൻ ഇത്തരം മെസ്സേജ് പുറത്തു കൊടുക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഞാൻ കണ്ടത്. അതിൻ്റെ അകത്ത് ഇത് മറ്റൊരാൾ ഇൻസ്പയർ ചെയ്യട്ടെ, ഇത് മറ്റുള്ളവർ മനസ്സിലാക്കട്ടെ എന്നുള്ളതാണ്. താങ്ക്സ് ഫോർ കോളിംഗ് മീ ഓൾസോ. അല്ല, തീർച്ചയായിട്ടും ഇതെന്താ പറയുക സച്ചിൻ, ഇപ്പം എല്ലാവരും ചോദിക്കും സ്പാർക്കിൽ വന്ന് കഥ പറഞ്ഞിട്ട് എന്ത് കാര്യമാണുള്ളത്, അതുകൊണ്ട് എനിക്ക് എന്ത് പ്രയോജനമാണുള്ളത്. അങ്ങനെ ഒരുപാട് പേര് ഞങ്ങൾ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് കേൾക്കുന്ന ചോദ്യങ്ങൾ ഏറ്റവും കൂടുതലാണ്. അപ്പം ഞങ്ങൾ എപ്പോഴും പറയും, ഇന്ന് എൻ്റെ മുമ്പിൽ ഒരു സച്ചിനായിരിക്കുന്നത്, ഇതുപോലത്തെ ഒരുപാട് സച്ചിന്മാര് നമ്മുടെ നാട്ടിലുണ്ടാകും. ഇവരൊരു ക്വസ്റ്റ്യൻ മാർക്ക് നിൽക്കുമായിരിക്കും. ചിലപ്പോൾ സച്ചിൻ പറഞ്ഞു, ഇപ്പോൾ 2 വർഷം ഞാൻ പ്രാക്ടീസ് ചെയ്യാതിരുന്ന് പഠിച്ച് ലോ പഠിച്ചു, എൻ്റെ ഒരു കേസ് വാദിക്കാൻ നേരത്ത് ആ വക്കീലിന് എനിക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റി. അപ്പൊ ഇത് തോറ്റിരിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ തോറ്റുപോയെന്ന് പ്രതീക്ഷിക്കുന്ന ഒരാള് അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കാണുന്നത്. ഓ, സച്ചിൻ അങ്ങനെയാണ് ചെയ്തത്, എന്നാൽ ഞാനും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരുപാട് പേർക്ക് ഇതൊരു ഇൻസ്പിറേഷനാണ്. ഒരുപാട് പേർക്ക് നിങ്ങളുടെയൊക്കെ ജീവിതം, ഇപ്പം ഞങ്ങൾ ഇപ്പൊ കഥ പറയും, നമ്മുടെയൊക്കെ ജീവിതം ഒരുപാട് പേർക്ക് പ്രചോദനമാണ്. നമ്മളെപ്പോഴും കാണാൻ നമ്മളെക്കാളും മുകളിലുള്ളവരെ, പക്ഷെ നമ്മളെക്കാളും താഴെ ഒരുപാട് പേരുണ്ട് ഇനി എന്ത് ചെയ്യണമെന്നുള്ള ചോദ്യചിഹ്നത്തിൽ നിൽക്കുന്നവര്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഒരുപാട് പേർക്ക് പ്രചോദനമാകുമെന്ന് ആഗ്രഹിച്ചുകൊണ്ട്, ഇപ്പം കഴിവിൽ എത്രയോ പേര് ഇപ്പം സച്ചിന്റെ കഴിവിൽ വിശ്വസിക്കുന്നുണ്ട്. സ്വന്തം കഴിവിൽ വിശ്വാസമില്ലാത്ത എത്രയോ പേര് ഒന്നുമല്ലാതെ നമ്മുടെ സമൂഹത്തിലുണ്ട്. സോ അവർക്ക് അവരുടെ കഴിവിൽ വിശ്വസിച്ച് അവരൊരു സംഭവമാണെന്ന് സ്വയമായിട്ടൊരു തോന്നലുണ്ടായി ജീവിതത്തിൽ കയറി വരാൻ സാധിക്കട്ടെ. അതിന് എപ്പിസോഡ് ഒരു കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.